ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ, അധ്യായം 37. ശൗര്യക്കുട്ടി വെള്ളത്തിൻ്റെ ഇളക്കം കേട്ടു. ഞെട്ടി കണ്ണു തുറന്നു നോക്കി. ഒന്നും മനസ്സിലാകുന്നില്ല. തൻ്റെ വീടല്ലേ ഇത്? എണീക്കാൻ വൈകിയോ? ഹോംവർക്ക് ചെയ്യണ്ടേ? സ്കൂളിൽ പോകണ്ടേ? പതിയെ പതിയെ ഓരോ സംഭവ പരമ്പരകൾ അവൻ്റെ ഓർമ്മയിൽ നിന്നു. പീറ്ററുമായി അടികലശൽ. അഗസ്റ്റിൻ സാർ ബെഞ്ചിൽ കയറ്റി നിർത്തിയത്. സാറിൻ്റെ ബാഗിൽ പാമ്പിനെയും തേളിനെയും വച്ചത്. തോട്ടുംകരയിലെ ചോലമരത്തിൽ കയറി ഒളിച്ചിരുന്നത്. സന്ധ്യ ഇരണ്ടപ്പോൾ കാട്ടൂർ, ഓമനപ്പുഴ, പൂങ്കാവ് വഴി നടന്ന് ആലപ്പുഴയിലെത്തിയത്. അതെല്ലാം സ്വപ്നമായിരുന്നെന്ന് ആദ്യം അവന് തോന്നി. വളരെ നീണ്ടുപോകുന്ന സ്വപ്നങ്ങൾ അവൻ കാണാറുണ്ട്. അതെല്ലാം അവസാനിച്ച് ഉറക്കമുണരുമ്പോൾ ഉണർച്ചയാണോ സത്യം, അതോ ഉറക്കത്തിൽ താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണോ സത്യമെന്ന് അവന് സംശയം തോന്നാറുണ്ട്. ഇത്തവണ കഴിഞ്ഞുപോയ സംഭവങ്ങളൊന്നും സ്വപ്നത്തിലേതല്ല എന്ന് ക്രമേണ അവന് മനസ്സിലായി. അവൻ കിടക്കപ്പായയിൽ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. അരഭിത്തി മാത്രമുള്ള ഒരു മുറിയിൽ ബോട്ട് പൊളിച്ചടുക്കിയ പലകത്തട്ടിൽ ചാക്കും പായും വിരിച്ചതിനു മീതെ കിടക്കുകയായിരുന്നു അവൻ. ഇതേതു രാജ്യം? ഏത് സ്ഥലം? ആലപ്പുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ചേട്ടൻ തന്നെ വിളിച്ച് ഒരു ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയത് അവന് ഓർമ്മ വന്നു. ശൗരി പിടഞ്ഞെഴുന്നേറ്റ് തകരഷീറ്റും മേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിൽ നിന്ന് മണ്ണും മണലും വിതറിയ മുറ്റത്തേക്കിറങ്ങി. തകരം മേഞ്ഞ കെട്ടിടത്തിൻ്റെ ഒരു പാതി വെള്ളം ഓളമടിച്ച് കിടക്കുന്ന ബോട്ട് ഷെഡാണ്. അവിടെ ഇപ്പോൾ ബോട്ടൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ വള്ളം കെട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടെയാണ് ബോട്ട് അടുത്തതെന്നും ബോട്ടിൽ നിന്നിറങ്ങിയതെന്നും അവന് ഓർമ്മ വന്നു. ബോട്ട് എവിടെ പോയി? ആ ഷെഡിനപ്പുറത്ത് പഴയ തറവാട് മാതൃകയിൽ പണി കഴിപ്പിച്ച ഒരു വലിയ വീട്. അതിൻ്റെ മുന്നിൽ വിശാലമായ ജലപ്പരപ്പ്. മറുകരയിലെ പച്ചപ്പ് വളരെ ദൂരെയാണെന്ന് അവന് തോന്നി. കരയെയും വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വരമ്പു വഴിയും കൽക്കെട്ടും കാണാനുണ്ട്. അതിനപ്പുറം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ചതുരക്കളങ്ങൾ, ഒറ്റതിരിഞ്ഞ ചെറിയ വീടുകൾ. ശൗര്യക്കുട്ടി വരമ്പു വഴിയിലൂടെ കുറേ ദൂരം നടന്നു. എവിടെ നോക്കിയാലും കരയ്ക്കതിര് ജലപ്പരപ്പാണ്. കുറേ നടന്നിട്ട് ശൗര്യക്കുട്ടി തിരിച്ചു പോന്നു. താൻ ഉറങ്ങിക്കിടന്നിരുന്ന ഷെഡിലെത്തിയപ്പോൾ മുതിർന്ന ഒരാൾ അവിടെ തിരഞ്ഞു നടക്കുന്നത് കണ്ടു. ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പരിചയപ്പെട്ട ആൾ. ശൗര്യക്കുട്ടി ആളെ തിരിച്ചറിഞ്ഞു. നീ എവിടെ പോയതാ മൈക്കലേ? നിന്നെ ഞാൻ എവിടെല്ലാം നോക്കി, പേടിച്ചു പോയല്ലോ. ഞാൻ ദേ അവിടെ പോയതാ, സ്ഥലം കാണാൻ പോയതാ, ശൗര്യക്കുട്ടി വെളിപ്പെടുത്തി. എന്നോട് പറഞ്ഞാൽ പോരെ? നിന്നെ ഞാൻ ഈ സ്ഥലമെല്ലാം കൊണ്ടു നടന്ന് കാണിക്കില്ലേ? വല്ല വെള്ളക്കെട്ടിലും വീണുപോയാ നീ ചത്തുപോകും. ഇത് കുട്ടനാടാ, അതറിയാവോ? കുട്ടനാടോ? ശൗര്യക്കുട്ടി പാഠപുസ്തകത്തിൽ കുട്ടനാടിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷിയെപ്പറ്റിയും വെള്ളപ്പൊക്കത്തെപ്പറ്റിയും അധ്യാപകർ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മ ഉണ്ട്. എങ്കിലും ഇത്ര പെട്ടെന്ന് തനിക്ക് കുട്ടനാട്ടിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇവിടെ വണ്ടിയൊന്നും ഓടത്തില്ലേ? ശൗരി സംശയമുന്നയിച്ചു. ഇങ്ങോട്ട് കാറും ബസ്സും ലോറിയും ഒന്നും വരാൻ പറ്റത്തില്ല മൈക്കലെ. ഇതൊരു തുരുത്താ, നോർത്ത് കൈനകരി എന്ന് പറയും. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് തുരുത്തുകളുണ്ട്. എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ വള്ളം, വേറെ വഴിയൊന്നുമില്ല, ബേബിച്ചായൻ വിശദീകരിച്ചു. ഇതൊക്കെ കടലിൽ നിന്ന് വരുന്ന വെള്ളമാണോ? ശൗര്യക്കുട്ടി ജലപ്പരപ്പിലേക്ക് കൈ ചൂണ്ടി. അത് പമ്പയാർ ഒഴുകി വരുന്ന വെള്ളമാ. ഇതിൻ്റെ മറുവശത്ത് വേറൊരു പുഴയുണ്ട്, മണിമലയാറ്. നമ്മളീ നിൽക്കുന്ന കരയുടെ 4 ചുറ്റും വെള്ളമാ. ബേബിച്ചായൻ അതുമാത്രമല്ല, ശൗരിക്ക് മറ്റു പല സംഗതികളും വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ കാണുന്ന പഴയ തറവാട് പോലെയുള്ള കെട്ടിടങ്ങൾ വീടുകളല്ല, റിസോർട്ടുകളാണ്. ഇവിടെ താമസിക്കാൻ വിദേശത്തു നിന്ന് ആളുകൾ വരും. അവരുടെ താമസം, ഭക്ഷണം മുതലായ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കാൻ വേണ്ടി റിസോർട്ടുകളുടെ ഉടമ ബേബിച്ചായനെ മാനേജരായി വച്ചിരിക്കുകയാണ്. ഒരു MLA ആണ് റിസോർട്ടുകളുടെ ഉടമസ്ഥൻ. റിസോർട്ടുകൾക്ക് പുറമെ പ്രകൃതി ചികിത്സാ കേന്ദ്രവും ഇവിടെയുണ്ട്. സുഖചികിത്സയ്ക്കായി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. അഭയംഗം, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, വസ്തി, കിഴി, പഞ്ചകർമ്മം തുടങ്ങിയ കായകൽപ്പ ചികിത്സ വരെ ആയുർവേദ വിധിപ്രകാരം ഇവിടെ നടത്താറുണ്ട്. മൊത്തം 15 റിസോർട്ടുകളാണുള്ളത്. ഇവയ്ക്കെല്ലാം കൂടി പൊതുവായ ഒരു ചികിത്സാ കേന്ദ്രവും ജീവനക്കാരുമാണുള്ളത്. സീസൺ ആകുമ്പോൾ റിസോർട്ടുകൾ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും. ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്നവരും ധാരാളമുണ്ട്. ശൗര്യക്കുട്ടിക്ക് ബേബിച്ചായനെ ഇഷ്ടമായി. അയാൾ അവനെ ഒരു കുട്ടിയായിട്ടല്ല പരിഗണിച്ചത്, സ്നേഹിതനായിട്ടാണ്. ബേബിച്ചായൻ ആരോടെങ്കിലും സംസാരിക്കണം, ദൈനംദിന കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും പറയണം. ശൗരിയാണെങ്കിൽ നല്ല ഒന്നാന്തരം കേൾവിക്കാരൻ. ശൗരിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും ബേബിച്ചായൻ അവനോട് പറഞ്ഞു.
മനസ്സിലാകാത്ത കാര്യങ്ങളും മൂളി കേട്ടുകൊണ്ട് അവൻ മനസ്സിലാകുന്നതായി ഭാവിച്ചു. ശൗര്യയ്ക്ക് അവിടെ അല്ലലൊന്നുമില്ല. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും. ജോലി ഇത്തിരി കടുപ്പമാണെന്നേ ഉള്ളൂ. തൂത്തുവാരണം, തുടയ്ക്കണം, ഷീറ്റുകളും മറ്റും കഴുകി ഉണക്കണം. എല്ലായിടവും എല്ലായ്പ്പോഴും വൃത്തിയുള്ളതാക്കി ഇടണം. ചില ബോട്ടുകൾ വരും. അതിൽ സ്വദേശീയരോ വിദേശീയരോ ആയ സന്ദർശകർ ഉണ്ടാകും. റിസോർട്ടിന് മുൻപിൽ ഹൗസ് ബോട്ട് അടുക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ളിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇറങ്ങി വരും. റിസോർട്ടിൽ ഓർഡർ അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. രാവിലെ ബേബിച്ചായൻ വള്ളത്തിൽ പോയി വിവിധ ഇനം മത്സ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ബോട്ടുണ്ടെങ്കിൽ അതിൽ കയറി പോയിട്ടായിരിക്കും മീൻ വാങ്ങുക. റിസോർട്ട് വക ബോട്ട് എപ്പോഴും ഓട്ടത്തിലായിരിക്കുന്നതുകൊണ്ട് കരയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങി വരാൻ അത് വല്ലപ്പോഴുമേ ഉപകരിക്കൂ. എഞ്ചിൻ എടുത്തു വെച്ച് ഓടിച്ചു പോകാവുന്ന ഒരു വള്ളവുമുണ്ട് ബേബിച്ചായന്. ബേബിച്ചായനൊപ്പം ആ വള്ളത്തിൽ പോകാൻ ശൗര്യയ്ക്കും കലശലായ ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷേ ബേബിച്ചായൻ ശൗര്യയെ കൊണ്ടുപോകില്ല. എന്നെ കൂടി കൊണ്ടുപോകാത്തതെന്താ? ശൗരി ഒരിക്കൽ ചോദിച്ചു. നിന്നെ കരയ്ക്ക് കൊണ്ടുപോയാൽ നീ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിലോ? താൻ ഓടിപ്പോകുമെന്നാണ് ബേബിച്ചായൻ്റെ പേടി. ഞാൻ തിരിച്ചു വന്നോളാം, ശൗരി വാഗ്ദാനം നൽകി. എടാ, അത് ശരിയാവത്തില്ല. കരയ്ക്ക് പോയാൽ ഒരുപാട് കാഴ്ച കാണാനുണ്ട്. കടകൾ, ആളുകൾ, കാറും ലോറിയും ബസ്സും, ഉത്സവവും പെരുന്നാളും, നല്ല നല്ല ഡ്രസ്, മിഠായി ഭരണികൾ, ബേക്കറി പലഹാരങ്ങൾ, നിന്റെ പ്രായത്തിലുള്ള കൂട്ടുകാർ. അങ്ങനെ നിന്നെ കൊതി പിടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കരയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം നിനക്ക് തോന്നും ഇവിടുത്തെ ജീവിതം മടുത്തെന്ന്. അതിൻ്റെ ഉള്ളുകളികളൊന്നും ശൗരിക്കുട്ടിക്ക് മനസ്സിലായില്ല. ഈ ബേബിച്ചായൻ എന്ത് വിവരക്കേടാണ് പറയുന്നതെന്ന് അവൻ വിചാരിച്ചു. ഇവിടെ നിന്ന് ഒരു വള്ളത്തിൽ കയറി മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങിക്കൊണ്ട് വരുമ്പോഴേക്കും മനസ്സ് മാറിപ്പോകുമോ? റിസോർട്ടിലേക്കുള്ള മറ്റ് സാധന സാമഗ്രികളെല്ലാം ബോട്ടിലാണ് കൊണ്ടുവരിക. റിസോർട്ടിൽ പലതരത്തിലുള്ള ജോലിക്കാരുണ്ട്. പാചകക്കാർ, വിളമ്പുകാർ, തിരുമും കിഴിയും പിഴിച്ചിലും ഒഴിച്ചിലുമൊക്കെ നടത്തുന്നവർ, അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സയ്ക്കെത്തുന്നവരും ഉണ്ട്. കുറേ ദിവസത്തെ താമസത്തിനിടയിൽ ശൗരിക്ക് ഒരു കാര്യം മനസ്സിലായി. ബോട്ടോ വള്ളമോ ഇല്ലാതെ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. 4 വശവും പുഴയും കായലും കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ചെല്ലിക്കടപ്പുറം കയറി വരും. ആദ്യം അമ്മയുടെ ആൾരൂപമാണ് മനസ്സിലേക്ക് വരിക. അമ്മ ഇപ്പോഴും തെങ്ങും പറമ്പിലും തോട്ടിറുമ്പുകളിലും കടപ്പുറത്തും പുലിമുട്ടിലുമെല്ലാം ശൗരിയെ തിരഞ്ഞു നടക്കുന്നത് അവൻ കാണുന്നുണ്ട്. മോനെ, ശൗരിക്കുട്ടിയെ എന്ന വിളി അവന് കേൾക്കാം. തിരഞ്ഞു മടുത്ത് ഒടുവിൽ അമ്മ എവിടെയെങ്കിലും ചെന്നിരിക്കുന്നു. അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ശൗരിക്കുട്ടി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അമ്മയ്ക്കറിഞ്ഞുകൂടാ. അതെല്ലാം ശൗരിക്കുട്ടിക്ക് മനക്കണ്ണാടിയിൽ തെളിഞ്ഞു കാണാം. അപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണു നിറയും. ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിച്ചു പോയാലോ എന്നാലോചിക്കും. താൻ തിരികെ ചെല്ലുന്നത് ശൗരിക്കുട്ടി തന്നെ മനസ്സിലിട്ട് ഒന്ന് കണ്ടു നോക്കും. ശൗരി കടപ്പുറത്തേക്കുള്ള മൺ റോഡിലൂടെ നടന്നു ചെല്ലുകയാണ്. ആരോ അവനു മുൻപേ ഓടിക്കൊണ്ട് വിളിച്ചു പറയുന്നു. ദേ, ശൗരി വരണുണ്ട് കേട്ടോ, എല്ലാവരും ഇറങ്ങി നോക്കിയോക്കോളിൻ, ശൗരിക്കുട്ടി ദാ വരണോ. അയ്യോ, ശരിയാണല്ലോ. മറിയാമ്മ മുറ്റത്തിറങ്ങി താടിക്ക് കൈകൊടുത്ത് അതിശയത്തിൽ നോക്കി നിൽക്കുന്നു. അമ്മ തിണ്ണയിലേക്ക് ഇറങ്ങി വരുന്നു. പിന്നെ മുറ്റത്തേക്കിറങ്ങി. അമ്മ തന്നെ കണ്ടു കഴിഞ്ഞു. കരയണോ ചിരിക്കണോ എന്ന് അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് പിറകെ വല്യമ്മച്ചി, വിൻസി ആൻറ്റി, ഡെന്നിച്ചൻ, ജാനറ്റ്, അവരുടെയെല്ലാം പിറകിൽ കടപ്പുറത്തെ സകല ജനങ്ങളും. ശൗരിക്കുട്ടിക്ക് ഇനി വീട്ടുമുറ്റത്തേക്ക് കയറിയാൽ മതി. അപ്പോഴതാ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് മുൻപിൽ നിൽക്കുന്നു. അഗസ്റ്റിൻ സാറും പോലീസുകാരും ഇറങ്ങുന്നു. മറുവശത്ത് കശാപ്പ് കത്തിയുമായി പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പൻ വരുന്നു. ഓടി രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശൗരിക്കുട്ടി അറിയാതെ തലപൊക്കി ചുറ്റിലും നോക്കിപ്പോകും. അപ്പോഴാണ് തലയ്ക്കും ഭാഗത്ത് വെള്ളത്തിൻ്റെ കലമ്പൽ. ചെറുവെള്ളം ഓളത്തിൽ കിടന്നിളകുകയാണ്. കരയോട് ചേർത്തിട്ട് ഒരു ബോട്ടിൻ്റെ ഇരുണ്ട ഛായ. ദൂരെ 7 കടലിനക്കരെ കാണാവുന്ന ഭൂതത്താൻ കോട്ടയുടെ രൂപരേഖ. അത് കായലിനപ്പുറത്തെ വൻകരയാണ്. രാത്രിയിൽ അവൻ്റെ ബുദ്ധിക്ക് വിശദീകരണം ലഭിക്കാത്ത അനേകം രൂപങ്ങൾ അവൻ കാണാറുണ്ട്. വിവിധ ഇനം തവളകളുടെയും ലക്ഷോപലക്ഷം സൂക്ഷ്മജീവികളുടെയും കോഴി താറാവുകളുടെയും ശബ്ദഹോലാഹലങ്ങൾക്ക് മീതെ ചില ശബ്ദങ്ങൾ അവൻ കേൾക്കാറുണ്ട്. ആകാശത്തു നിന്ന് ആരോ കായലിലേക്ക് വീണതുപോലെ, എവിടെയോ ഒരു കുട്ടി നിലവിളിച്ച പോലെ, ജലപിശാചുക്കൾ കായലിൽ നീന്തി കളിക്കുന്ന പോലെ. ബേബിച്ചായൻ കൊടുത്ത കീറപ്പുതുപ്പ് വലിച്ചിട്ട് തലമൂടി കണ്ണിറുക്കിയടിച്ച് കിടക്കും ശൗരിക്കുട്ടി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ അത്ഭുതമാണ്. ഈ പുഴയെയാണല്ലോ താൻ ഇന്നലെ രാത്രി പേടിച്ചത്. ഈ കായലിലേക്ക് നോക്കാൻ ഭയന്നിട്ടാണല്ലോ ഇന്നലെ പുതുപ്പ് തലവഴിയിട്ട് മൂടിയത്.
ബേബിച്ചായൻ താൻ വിചാരിച്ചതിനേക്കാൾ നല്ല മനുഷ്യനാണെന്ന് പരിചയക്കൂടുതൽ കൊണ്ട് അവന് മനസ്സിലായി. അയാൾ അവനെ ചെറുവള്ളം തുഴയാൻ പഠിപ്പിച്ചു. വള്ളം തുഴഞ്ഞുപോയി വീടുകളിൽ നിന്ന് പശുവിൻ പാൽ ശേഖരിച്ചു കൊണ്ടുവരുന്ന ജോലി അയാൾ അവനെ ഏൽപ്പിച്ചു. ബേബിച്ചായൻ അവനെ റിസോർട്ടിലെ പ്രകൃതി ചികിത്സകരുടെ സഹായിയായി നിർത്തി. സുഖചികിത്സയ്ക്ക് വരുന്നവരെ എണ്ണയും കുഴമ്പുമിട്ട് തടവുമ്പോൾ കാട്ടിക്കൊടുത്തും പറഞ്ഞു പഠിപ്പിച്ചും കുറേശ്ശെ ചെയ്യിച്ചും അവനെയും ആ ചികിത്സാവിധികളൊക്കെ പരിശീലിപ്പിച്ചു. നല്ല ഭക്ഷണവും കായിക അധ്വാനവും ചേർന്ന് ശൗര്യക്കുട്ടിയുടെ ഉടൽ ഉറച്ചതും കരുത്തുറ്റതുമാക്കി മാറ്റി. അധ്യായം 38. എമിലിയുടെ സങ്കടം പറച്ചിൽ കേട്ട് റെജീനയ്ക്ക് ഒടുവിൽ ദേഷ്യം പിടിച്ചു. ചേച്ചി ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ആ തെമ്മാടിച്ചക്കൻ തിരിച്ചു വരുമോ? നിനക്ക് തെമ്മാടിച്ചെറുക്കൻ, എനിക്കെൻ്റെ മകനാണടി പോയത്, എമിലി ചൊടിച്ചു. അത് ചേച്ചിയുടെ മകനല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. സൈമൺ മുതലാളിയുടെ മകൻ. റെജീനെ, നീ എൻ്റെ വായിന്ന് ഒന്നും കേൾക്കല്ല. പോയെൻ്റെ മുമ്പിൽ നിന്ന്. ഭർത്താവിനെയും കുഞ്ഞിനെയും കൂട്ടി എമിലിയെ സന്ദർശിക്കാൻ വന്നതാണ് റെജീന. ശൗര്യയെ കാണാതായ ശേഷം എമിലി അതീവ ദുഃഖിതയായി കഴിയുകയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വന്നത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വയറ്റത്ത് പെൻസിൽ കുത്തിക്കയറ്റി. അവനെ സ്കൂൾ മുറ്റത്തിട്ട് അടിച്ചു. ക്ലാസ് ടീച്ചറിൻ്റെ ബാഗിൽ പാമ്പിനെയും തേളിനെയും പിടിച്ചു വെച്ചു. ഇതൊക്കെ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യണ പണിയാണോ? തെമ്മാടിത്തരം മാത്രമാ അവൻ്റെ കയ്യിലിരിപ്പ്. അവൻ സഹികെട്ട് ചെയ്തതാ. അവൻ എന്തോരം വിഷമം സഹിച്ചെന്ന് എനിക്കറിയാം. എമിലി മകൻ്റെ പക്ഷത്തു തന്നെ ശക്തമായി നിലയുറപ്പിച്ചു. ഒരു കണക്കിന് അവൻ ഇപ്പോഴേ പുറപ്പെട്ടു പോയത് നന്നായി. കുറേ കൂടെ പ്രായം ചെല്ലുമ്പം അവൻ പെൻസിലിന് പകരം കത്തിയെടുത്തായിരിക്കും കുത്തുന്നേ. റെജീനയും വിട്ടില്ല. നീ എന്തിനാ റെജീനെ ചേച്ചിയെ കുത്തി നോവിക്കുന്നേ? നീ ആശ്വസിപ്പിക്കാൻ വന്നതാണോ അതോ എരുതിയിൽ എണ്ണയൊഴിക്കാൻ വന്നതാണോ? റെജീനയുടെ ഭർത്താവ് ജോജോ ചോദിച്ചു. ചേട്ടൻ അറിയാഞ്ഞിട്ടാ. അവനൊരു തെമ്മാടിയായിരുന്നു. ഇവിടെ നിന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് പാരയായിട്ട് വന്നേനെ. അവൻ പോയത് നന്നായിന്ന് കരുതാനുള്ളതിന് പകരം അവനെവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എമിലിയുടെ തൊണ്ടയിടറി. ചേച്ചിക്ക് വലിയ സങ്കടം തോന്നുമ്പം ഇടയ്ക്ക് പൂങ്കാവ് പള്ളിയിലോട്ട് വാ. കാരക്കാട്ടെ എൽസമ്മ ഡാൻഡസിനെയും കൂട്ടി പള്ളി വരും. ചിലപ്പോൾ തുമ്പോളി പള്ളിയിലും വരാറുണ്ട്. ഡാൻഡസിനെ ഒന്ന് കാണണം ചേച്ചി. സൂര്യൻ ഉദിച്ചു വരുന്ന പോലിരിക്കും. എന്താ നിറം, എന്താ ഓമനത്വം, എന്താ കഴിവ്. നീ കൂടെ പറയുന്നുണ്ടല്ലോ അവൻ്റെ കാര്യം. ഞാൻ എന്തിനാ വല്ലവരുടെയും മകനെ കാണുന്നേ? വല്ലവരുടെയും മകനല്ല ചേച്ചി, അതും കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനാ. ശൗര്യയെ മകനായിട്ട് കാണുന്ന ചേച്ചിക്ക് അവനെ മകനായിട്ട് തന്നെ കാണാം. ഇന്നാളിലത്തെ പോലെ നീ പിന്നെയും പൊട്ടത്തരം പറയില്ല റെജീനെ. എനിക്ക് ദേഷ്യം വരണ. റെജീന ഡാൻഡസിനെപ്പറ്റി വർണ്ണിച്ചതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. കാണാതായ ശൗരി കാരക്കാട്ടെ എൽസമ്മയുടെ പുത്രനാണ്. ഡാൻഡസ് എന്ന രാജകുമാരനാണ് ചേച്ചി പ്രസവിച്ച മകനെന്ന് വെട്ടിത്തുറന്ന് പറയുന്നതൊഴികെ സകല അഭ്യാസങ്ങളും റെജീന പുറത്തെടുത്തു പയറ്റി. പക്ഷേ ഡാൻഡസിനെ ശൗരിക്ക് പകരമായി എമിലിയുടെ മനസ്സിലേക്ക് തിരികെ കയറ്റാൻ റെജീനയ്ക്ക് സാധിച്ചില്ല. മാത്രമല്ല കുഞ്ഞെന്നെയും വിൻസിയും ജോജോയും കൂടി റെജീനയ്ക്ക് എതിരാവുകയും ചെയ്തു. നിവൃത്തി കെട്ടപ്പോൾ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എന്ന് റെജീന ആലോചിച്ചതാണ്. അവളുടെ നാവിൻ തുമ്പുവരെ ആ വാക്കുകൾ വന്ന് തരിച്ചു നിന്നു. അസാമാന്യമായ ആത്മസംയമനം കൊണ്ട് റെജീന ആ വാക്കുകളെ തൻ്റെ ഹൃദയത്തിൻ്റെ നിഗൂഢതയിലേക്ക് തന്നെ തിരിച്ചയച്ചു. ശൗരിക്കുട്ടിയുടെ തിരോധാനം റെജീനയെയും അവളുടെ കുടുംബക്കാരെയും കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. പുറപ്പെട്ടു പോയതാണെങ്കിൽ അവൻ ഇനിയൊരിക്കലും തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. എമിലിയുടെ തലേന്ന് ആ പേരുദോഷം മാഞ്ഞു പോയേനെ. ശൗരിയെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ എമിലിയുടെ അമ്മ റോസ്ലിനും അപ്പൻ ദേവസുക്കുട്ടിയും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. തൻ്റെ മകൻ എവിടെ പോയാലും ഒരു കേടും പറ്റാതെ തിരിച്ചു വരണേയെന്ന് കരളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് എമിലി അർത്തുങ്കൽ പള്ളിയിൽ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിച്ചപ്പോൾ റോസ്ലിനും റെജീനയും തുമ്പോളി പള്ളിയിൽ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിച്ചത് അവനൊരിക്കലും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശൗരി പോയതോടെ എമിലിയുടെ ഉത്സാഹമെല്ലാം കെട്ടു. ചായക്കട പോലും എമിലിയുടെ ഉദാസീനത അതേപടി ഏറ്റെടുത്തു. കുഞ്ഞന്ന ഇടയ്ക്ക് ഉപദേശിക്കും. എടി എമിലിയെ, നിനക്ക് ശൗരി മാത്രമല്ല മക്കള്, ഡെന്നിച്ചനും ജാനറ്റുമുണ്ട്. അവരെ വളർത്തണ്ടേ? അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ? ശൗരിയെ കാണാതായതിൽ കുഞ്ഞന്നയ്ക്കും അല്പം വിഷമമുണ്ട്. എന്നാലും അയൽക്കാരികൾ അവൻ പോയത് നന്നായെന്ന മട്ടിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സമാധാനവും തോന്നുന്നു. മറിയമ്മയും റെബേക്കയും സാറയുമെല്ലാം കുഞ്ഞന്നയോട് അടക്കം പറഞ്ഞു. ഒരു കണക്കിൽ ശൗരി പോയത് നന്നായി. എമിലിയുടെ ദുഷ്പേര് മാറിക്കിട്ടുമല്ലോ. എമിലിക്ക് പക്ഷേ കാണാതായ കുഞ്ഞാടാണ് ഏറ്റവും വില പിടിച്ചത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവൾ തെങ്ങും പറമ്പിലും തോട്ടും കടവുകളിലും തിരയാനിറങ്ങും. ശൗരി തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറാൻ മടിച്ച്
അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ അവൾക്ക് തോന്നാറുണ്ട്. ആരോ മനസ്സിലിരുന്ന് മന്ത്രിച്ച പോലെ തോന്നും. ശൗരിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ, നീ ചെന്ന് വിളിക്കാതെ അവൻ വീട്ടിൽ കയറി വരത്തില്ല കേട്ടാ, നാണക്കേടാ. വൈകുന്നേരം എമിലി കടപ്പുറത്തും പുലിമുട്ടിലും പോയി നോക്കും. ശൗരിയെ അവൾ തിരക്കിപ്പോകാത്ത കടപ്പുറങ്ങൾ ആലപ്പുഴയിലില്ല. തോട്ടപ്പള്ളി, പുന്നപ്രപ്പള്ളി, മാരാതി, കാട്ടൂർ, ഓമനപ്പുഴ, ചെത്തി, ചേന്നവേലി, അർത്തുങ്കൽ, അന്ധകാരനാഴി, അങ്ങനെ എല്ലാ കടപ്പുറങ്ങളും. പക്ഷേ ആ കടപ്പുറങ്ങളിലുള്ള ആരും ശൗരിക്കുട്ടി എന്നൊരു ബാലനെ ഒരിടത്തും വെച്ച് കണ്ടിട്ടില്ല. തെങ്ങുംപറമ്പിലെ തെരച്ചിലിൽ ഒരു ദിവസം കാട്ടുപൊന്തയിൽ നിന്ന് ശൗരിക്കുട്ടിയുടെ സ്കൂൾ ബാഗ് കണ്ടുകിട്ടുകയുണ്ടായി. ശൗരി തോട്ടിൽ മുങ്ങിച്ചത്ത് കാണുമെന്ന് കുറേ പേർ കരുതി. അങ്ങനെ ചത്തെങ്കിൽ ശവം എവിടെയെന്നും ചിലർ തർക്കിച്ചു. പുഴയിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയിരിക്കാമെന്ന് ഒരു കൂട്ടർ ഊഹാപോഹം നടത്തി. ശൗരിക്കെതിരെ പരാതിയുമായി വന്ന പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പനെ പിന്നീട് അങ്ങോട്ട് കണ്ടതേയില്ല. അഗസ്റ്റിൻ സാറും ശൗരിക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി തിരക്കി വന്ന പോലീസുകാരും ശൗരിയുടെ തിരോധാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ ചെവിയിലും ശൗരിയുടെ തിരോധാന വാർത്ത എത്തുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ അതേപ്പറ്റി ഒരഭിപ്രായവും പറഞ്ഞില്ലെങ്കിലും സൈമൺ തരകൻ്റെ ഉള്ളിൽ നിഗൂഢമായ ഒരാശ്വാസം വിശറി വീശുന്നുണ്ടായിരുന്നു. ശൗരിയുടെ ശവം എവിടെയെങ്കിലും പൊങ്ങിയെന്ന വാർത്ത കൂടി അയാൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചു. ശവം കിട്ടിയിരുന്നെങ്കിൽ മരിച്ചവർക്കുള്ള കുർബാന ഒരെണ്ണം നടത്തിച്ചേക്കാമായിരുന്നു എന്ന് കാരക്കാട്ട് സൈമൺ ആരോട് പറഞ്ഞതായി കേട്ടിട്ട് എൽസമ്മ ഭർത്താവിനെ ഒന്ന് കുത്തി. അവൻ ചത്ത നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നൂലേ? ഡാൻഡസും അവനും തമ്മിൽ നിങ്ങൾക്ക് എന്താ വ്യത്യാസം? രണ്ടും നിങ്ങളുടെ ചോരയിലുണ്ടായ മക്കൾ തന്നെയല്ലേ? ഡാൻഡസിനെ ഞാനും ശൗരിയെ ആ കടപ്പുറംകാരിയും പ്രസവിച്ചെന്നല്ലേ ഉള്ളൂ. അത് കേട്ട് സൈമൺ തരകൻ്റെ മേലെ അസകലം വിറഞ്ഞു കയറി. അന്വേഷിച്ചു നോക്കിയ നിന്റെ അപ്പനും കാണുമടി, പുളിങ്കുന്നിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ഇതുപോലത്തെ ശൗരിമാർ കുറേയെണ്ണം. എൻ്റെ അപ്പൻ വിതച്ച കൊയ്യാൻ പറ്റണ വിത്ത് മാത്രമേ വിതച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ പോയി അന്വേഷിച്ചു നോക്കിക്കോ. സൈമൺ തരകൻ്റെ വായിൽ എൽസമ്മയെയും അവളുടെ 3 തലമുറ പിൻഗാമികളെയും ചേർത്തുള്ള ഒരു തെറിയാണ് പിന്നീട് വന്നത്. അത് ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ട് എൽസമ്മയ്ക്ക് സൈമൺ തരകൻ്റെ വായിൽ നിന്ന് കുറേ പുഴുക്കൾ പൊഴിഞ്ഞു വീണതുപോലെയേ തോന്നിയുള്ളൂ. ആ ചെറുക്കൻ ചത്തുപോയെന്നോർത്ത് സമാധാനിക്കേണ്ട. ഒളിച്ചു പോയവൻ തിരിച്ചു വരാതിരിക്കോ? നിങ്ങളെക്കായാലും വലിയ കുരിശായിട്ടായിരിക്കും അവൻ്റെ വരവ്. ആ വാഗ്വാദത്തിൻ്റെ പിന്നാമ്പുറത്ത് മൂകസാക്ഷിയായി നിന്ന ഡാൻഡസ് പിന്നീട് എൽസമ്മയോട് ചോദിച്ചു, ആരാ മമ്മി ശൗരി? ചെല്ലിക്കടപ്പുറത്തെ ഒരു തെണ്ടിച്ചക്കൻ, എൽസമ്മ പറഞ്ഞു. അവൻ എവിടെ പോയതാ? ആ, അതാർക്കറിയാം. അവൻ എങ്ങോട്ടാ തിരിച്ചു വരണേ? ചെല്ലിക്കടപ്പുറത്തോട്ട് തന്നെ. അതിന് നമുക്കെന്താ? അതൊക്കെ കുറച്ച് കഴിയുമ്പം എൻ്റെ മോന് മനസ്സിലായിക്കൊള്ളും കേട്ടോ. ഇപ്പോഴേ പഠിച്ചു വയ്ക്കണ്ട. കലപൂരിലെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഡാൻഡസ് പഠിക്കുന്നത്. അതേ സ്കൂളിൽ അതേ ക്ലാസ്സിലാണ് ജോജോയുടെ മൂത്ത സഹോദരൻ്റെ മകൾ ഷീബ പഠിക്കുന്നത്. 5ാം സ്റ്റാൻഡേർഡിൽ. അവൾക്ക് എല്ലാ ദിവസവും ഡാൻഡസിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടാകും. ക്ലാസ്സിൽ ഡാൻഡസിനോട് കൂട്ടുകൂടാനാണ് എല്ലാവർക്കും ആഗ്രഹമെന്ന് ഷീബ പറയും. അധ്യാപകരുടെ കണ്ണിലുണ്ണിയാണ് അവൻ. ആരോടും വാക്ക് തർക്കങ്ങളില്ല, വഴക്കില്ല. എപ്പോഴും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടാവും. അവൻ നോക്കുമ്പോൾ എല്ലാവർക്കും തോന്നും അവനെ മുൻപ് പരിചയമുണ്ടെന്നും അവന് തന്നോട് സ്നേഹമുണ്ടെന്നും. റെജീനയ്ക്ക് അതെല്ലാം കേൾക്കാൻ വലിയ സന്തോഷമാണ്. ഷീബയ്ക്കും അവനോട് വലിയ ആരാധനയുണ്ടെന്നും റെജീനയ്ക്ക് മനസ്സിലായി. ഡാൻഡസ് നന്നായി വയലിൻ വായിക്കുമെന്നും സിനിമയിലെ ഹിറ്റ് ഗാനങ്ങളുടെ ട്യൂൺ അവൻ വയലിൽ വായിച്ചു കേൾപ്പിക്കുമെന്നും സ്കൂളിലെ കലാമത്സരങ്ങളിൽ അവൻ പാടുകയും പ്രസംഗിക്കുകയും ഉപന്യാസം എഴുതുകയും ചെയ്യുമെന്നും ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും എല്ലായിടത്തും അവന് സമ്മാനങ്ങൾ കിട്ടുമെന്നും ഷീബയാണ് റെജീനയോട് പറഞ്ഞത്. അവൾക്ക് ഡാൻഡസിനെപ്പറ്റി എത്ര പറഞ്ഞാലും മതി വരില്ല. ഡാൻഡസ് അതിമനോഹരമായി ചിത്രം വരയ്ക്കുമെന്ന് കൂടി ഷീബ പറഞ്ഞപ്പോൾ റെജീനയുടെ അഭിമാനവും വാത്സല്യവും അല്പം തുളുമ്പിപ്പോയി. എനിക്കറിയാം, എനിക്കിതൊക്കെ പണ്ടേ അറിയായിരുന്നു. ഞങ്ങളുടെ വല്യപ്പച്ചൻ മിനിറ്റ് വെച്ച് പുണ്യാളന്മാരുടെ പടം വരയ്ക്കുമായിരുന്നു. പാട്ടും പാടും, വയലിൻ വായിക്കും, നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യും. ഷീബ മാത്രമല്ല, അവളുടെ അമ്മ ക്ലാരമ്മയും അത് കേട്ട് കണ്ണുമിഴിച്ചു. നിങ്ങളുടെ വല്യപ്പച്ചനും കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനും തമ്മിലെന്താ ബന്ധം? അപ്പോഴാണ് തൻ്റെ പാരമ്പര്യബോധവും അഭിമാനപ്രകടനവും ആനന്ദപ്രകർഷവുമെല്ലാം പിടിവിട്ടു പോയെന്ന വീണ്ടും വിചാരം റെജീനയ്ക്ക് കിട്ടുന്നത്. ഒന്നുമില്ല, ഞങ്ങളുടെ വല്യപ്പച്ചനും ഇതുപോലെ വലിയൊരു കലാകാരനായിരുന്നെന്ന് പറഞ്ഞെന്നേയുള്ളൂ. ഇതിപ്പം പലതവണയായല്ലോ നീ നിൻ്റെ വല്യപ്പച്ചനെയും സൈമൺ മുതലാളിയുടെ മകനെയും ചേർത്ത് പറയുന്നത്. ക്ലാരയ്ക്ക് എത്ര ചിന്തിച്ചിട്ടും ആ വിരോധാഭാസത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാകുന്നില്ല. എൻ്റെ ചേച്ചി,
ഞങ്ങളുടെ അയലന്തിർത്തുകാരല്ലേ കാരക്കാടന്മാർ? അങ്ങനെ നോക്കുമ്പം ഞങ്ങളുടെ കൊച്ചല്ലേ ഡാൻഡസ്? അങ്ങനെ നോക്കിയ കാരക്കാട്ട് സൈമൺ മുതലാളിൻ്റെ ഒരു കൊച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി ഒരക്ഷരം പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതൊരു കുത്താണ്, മുട്ടുസൂചി കൊണ്ടുള്ളതല്ല, കടാരം മുന കൊണ്ട്. ഓർക്കപ്പുറത്ത് നേരെ നെഞ്ചിലാണതിൻ്റെ മുന തുളഞ്ഞു കയറുക. ആ ശൗരീനെ കാണാണ്ടായിട്ട് എത്ര നാളായി? ആരും അവനെപ്പറ്റി തിരക്കുന്നു പോലുമില്ലല്ലോ. സ്വന്തം ചേച്ചിയുടെ മോന. ഇവിടെ ആർക്കും ഒരു വിഷമവും ഞാൻ കണ്ടില്ല. ക്ലാര കടാരമുന ഒന്നുകൂടി തിരികെ കയറ്റി. അത് എൻ്റെ ചേച്ചിയുടെ മോനല്ല, കാരക്കാട്ടെ ആ ദുഷ്ടപിശാചിൻ്റെയാ. അവൻ പോയത് നന്നായി. ചത്തുപോയെന്ന് കേട്ട അത്രയും നല്ലത്. ആ ദുഷ്ടപിശാചിൻ്റെയാണല്ലോ മറ്റേ മോനും. എന്നിട്ട് അവനെപ്പറ്റി പറയുമ്പം നാവീന്നെന്താ തേനൊലിക്കുന്നേ? അവനെപ്പറ്റി ചോദിക്കാനും കേൾക്കാനും എന്താ ഉത്സാഹം? ശൗരിയെ കണക്കാക്കാത്തവള് അവനെ കണക്കാക്കരുത്. ഞാൻ എന്തെങ്കിലും ബന്ധം വെച്ചിട്ടില്ല ഡാൻഡസിനെ ഇഷ്ടപ്പെടുന്നേ. അവൻ നല്ലൊരു കലാകാരനായതുകൊണ്ടാ. റജീന കൂടുതൽ പരുക്കേൽക്കാതെ രംഗത്ത് നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. ഷീബയ്ക്ക് ഡാൻഡസിനെ വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഡാൻഡസിനെ ഇഷ്ടപ്പെടുന്നവരോടും അവൾക്ക് അടുപ്പ് കൂടുതൽ തോന്നി. അവൾ പിന്നീട് രഹസ്യമായി റജീനയോട് പറഞ്ഞു, ഡാൻഡസ് ഉണ്ടല്ലോ, നമ്മെ മുഖത്തോട്ട് നോക്കിയിട്ട് പെൻസിലെടുത്ത് 1, 2, 3 വര കടലാസയിലോട്ട് നോക്കിയാ ഉണ്ടല്ലോ, നമ്മളെപ്പോലെ തന്നെ കണ്ണും മൂക്കും ചെവിയും തലയും എല്ലാം. ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ വല്യപ്പച്ചനും. റജീനയുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയി. പക്ഷേ ഷീബ അത് അവഗണിച്ചു. ഡാൻഡസിൻ്റെ കൂടെ 1-ാം ക്ലാസ് മുതലേ പഠിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അതാണ് ഷീബയ്ക്ക് വിഷമം. 4-ാം ക്ലാസ് വരെ അവൾ കലവൂർ സ്കൂളിലാണ് പഠിച്ചത്. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയമാക്കിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 4-ാം ക്ലാസ് വരെ ഡാൻഡസും മറ്റേത് സ്കൂളിലായിരുന്നെന്ന് അവൾക്കറിയാം. അക്കൊല്ലം സ്കൂൾ വാർഷികാഘോഷത്തിന് ഡാൻഡസിൻ്റെ പാട്ടും വയലിൻ വായനയും ഉണ്ടായിരുന്നു. കൂടാതെ നാടകത്തിലെ ഒരു കഥാപാത്രമായും അവൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ മുതൽ റജീനയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. കലാപരിപാടികൾ നടക്കുന്ന ദിവസം മുൻകൂട്ടി അറിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് അവധിയെടുത്തു. ഷീബയും റജീനയും കൂടി കലാപരിപാടികൾ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോയി. രാത്രി വൈകുമെന്നതിനാൽ ജോജോയോട് 10 മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്താൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. വയലിൻ വായിക്കാൻ വേണ്ടി ഡാൻഡസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് മൈക്കിലൂടെ മുഴങ്ങിയപ്പോൾ കോരിത്തെരിച്ചിട്ട് റജീനയുടെ രോമകൂപങ്ങൾ ഉണർന്നു നിന്നു. അവൾ കണ്ണും വയ്ക്കാതെ സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഡാൻഡസ് വയലിനുമായി സ്റ്റേജിലേക്ക് വരുന്നത് കണ്ട് അവൾ അത്ഭുതസ്തബ്ധിയായി. ചാരനിറത്തിലുള്ള സ്യൂട്ടും കോട്ടും ബോട്ടൈയുമൊക്കെയായി ഒരു രാജകുമാരനാണ് സ്റ്റേജിലേക്ക് വരുന്നതെന്ന് അവൾക്ക് തോന്നി. വാസ്തവത്തിൽ വയലിൻ ഒരു സംഗീതോപകരണമാണെന്നല്ലാതെ അവൾക്ക് അതേപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവളുടെ വല്യപ്പച്ചൻ പള്ളിയിലെ പാട്ടുകുർബാനകളിലും പെരുന്നാൾ കുർബാനകളിലും വയലിൻ വായിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അന്ന് അവൾ കൊച്ചുകുട്ടിയായിരുന്നു. വല്യപ്പച്ചൻ്റെയോ വയലിൻ്റെയോ പ്രാധാന്യം അറിഞ്ഞുകൂടാത്ത പ്രായം. വല്യപ്പച്ചനോ വയലിനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആകെയുള്ള സുഖം വല്യപ്പച്ചനെപ്പറ്റി ആളുകൾ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോഴുള്ള അഭിമാനം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ഡാൻഡസ് വയലിൻ വായിച്ചു തുടങ്ങിയപ്പോൾ ആ വിശുദ്ധമായ സംഗീതോപകരണത്തിൽ നിന്ന് വരുന്ന നാദധാര സ്വർഗീയമാണെന്നും അവനൊരു മാലാഖയാണെന്നും അവൾക്ക് തോന്നി. മൺമറഞ്ഞു പോയ വല്യപ്പച്ചൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ ജീവനും ആത്മാവും സംഗീതവും പകർന്നുകൊടുത്ത കൊച്ചുമകനെ അനുഗ്രഹിക്കുകയാണ്. റജീനയ്ക്ക് ഒരേ സമയം തന്നെ ചിരിയും കരച്ചിലും വന്നു. സദസ്യർ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കിയപ്പോൾ അവൾ അതിനേക്കാൾ ഉച്ചത്തിൽ കൈപ്പത്തികൾ വേദനിക്കും വിധം കൈയടിച്ചു. തൻ്റെ സഹോദരി, കടപ്പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന എമിലി ചേച്ചി, ഇതൊന്ന് കാണേണ്ടതായിരുന്നുവെന്ന് റജീന കുണ്ഠിതപ്പെട്ടു. ആളുകളുടെ ഹർഷാരവത്തിനു മുൻപിൽ സ്റ്റേജിൽ സ്വന്തം മകൻ കൈകൂപ്പി സദസ്യരുടെ അഭിനന്ദനങ്ങൾ സ്വീകരിച്ച് മടങ്ങുന്ന ഈ സ്വർഗീയമായ കാഴ്ച, ഒരമ്മയ്ക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? പക്ഷേ എമിലി ചേച്ചിക്ക് ഇതൊന്നും കാണേണ്ട. യാതൊരു പാരമ്പര്യ ഗുണങ്ങളും അനുഗ്രഹങ്ങളും കഴിവുകളുമില്ലാത്ത ശൗരി എന്ന പരട്ട ചെറുക്കനെയോർത്ത് കരഞ്ഞും വിലപിച്ചും കഴിയുകയാണ്. ഈ ഡാൻഡസിൻ്റെ വിറവ് വെട്ടുകാരനായിട്ട് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ അവന്? ഡാൻഡസിൻ്റെ 100-1 രൂപസൗകുമാര്യമോ മുഖകാന്തിയോ ഉണ്ടോ ആ വേതാള ചെറുക്കന്? ശൗരിയെ ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ആദരിക്കുമോ? എല്ലാം പോട്ടെ, അവൻ ആരാണ്? ചേച്ചിയുമായി അവന് എന്തു ബന്ധം? ഇനിയെങ്കിലും എല്ലാ സത്യവും ചേച്ചിയോട് തുറന്നു പറയേണ്ടതാണെന്ന് റജീനയ്ക്ക് തോന്നി. ശൗരി എന്തായാലും നാടുവിട്ട് ഒളിച്ചോടിപ്പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ തോട്ടിലോ കടലിലോ മുങ്ങിച്ചത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല.
അവനെ ഓർത്ത് സങ്കടപ്പെട്ട് ഇനിയുള്ള കാലം മനസ്സിലാദ്യമായി തൻ്റെ ചേച്ചി ജീവിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. നഷ്ടപ്പെട്ടത് അന്യൻ്റെ സന്തതിയാണെന്നും സ്വന്തം മകൻ സകല സൗഭാഗ്യങ്ങളോടും കൂടി അവന് അർഹതപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ രാജകുമാരനെ പോലെ ജീവിക്കുന്നുണ്ടെന്നും തൻ്റെ ചേച്ചി അറിയേണ്ടതല്ലേ? അവനെ കാണുകയും അറിയുകയും അവനെ ഓർത്ത് ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും ചേച്ചിയോട് പറയുക തന്നെ വേണം. കലാപരിപാടികൾ അവസാനിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആളുകൾ പിരിയുന്ന വേളയിൽ റെജീന തിക്കിത്തിരക്കി ഡാൻഡസ് നിൽക്കുന്നിടത്തേക്ക് ചെന്നു. സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് മൈക്ക് സെറ്റും മറ്റും ക്രമീകരിച്ചതിന് മുന്നിലായി ആളുകൾക്കിടയിൽ അവൻ മറ്റുള്ളവരോട് സംസാരിച്ചും ചിരിച്ചു നിൽക്കുന്നത് റെജീന കണ്ടു. അവനോടൊപ്പം ആരൊക്കെയുണ്ടെന്നോ താൻ ആരാണെന്നോ ഒന്നും അവൾ ചിന്തിച്ചില്ല. ഡാൻഡസിൻ്റെ ചുറ്റും നിന്ന ബന്ധുജനങ്ങളെയും അധ്യാപകരെയും വകഞ്ഞുമാറ്റി അവൾ അവൻ്റെ അരികെ ചെന്ന് അവനെ ആശ്ലേഷിച്ചു. മിടുക്കൻ, ഒത്തിരി നന്നായിരുന്നു ട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നന്നായി വരട്ടെ. അവൾ അവൻ്റെ നെറുകയിൽ ഒരു മുത്തവും കൊടുത്തു. ഡാൻഡസ് അന്തം വിട്ടു നിന്നു. ആരാ ഇത്? റെജീനയെ അടിമുടി നോക്കിയിട്ട് സൈമൺ തരകൻ ദേഷ്യം കൊണ്ട് ആരോടെന്നില്ലാതെ ചോദിച്ചു. ഡാൻഡസ് കൈമലർത്തി കാട്ടി. ആരാ നീ? ഇവിടുത്തെ ടീച്ചറാണോ? ആരാണെന്ന് പറ. സൈമൺ തരകൻ ഡാൻഡസിൻ്റെ അടുത്ത് നിന്ന് റെജീനയെ തള്ളി നീക്കി. ടീച്ചർമാരോട് സംസാരിച്ചു നിന്ന എൽസമ്മ റെജീനയെ തിരിച്ചറിഞ്ഞു. ഇത് ആ നേഴ്സല്ലേ, KCM ഹോസ്പിറ്റലിലെ? നേഴ്സോ? ഇവൾക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവനെ കെട്ടിപ്പിടിച്ചത്? നീ ആരാ? സൈമൺ തരകൻ റെജീനയോട് തട്ടിക്കയറി. നിങ്ങളുടെ ഭാര്യയ്ക്കറിയാം ഞാൻ ആരാണെന്ന്. റെജീന അത്രയും പറഞ്ഞ് പിന്നോട്ട് മാറി. അങ്ങനെ പോകാൻ വരട്ടെ. എവിടുന്നോ പാഞ്ഞു വന്ന് തിക്കിക്കയറി എൻ്റെ മോനെ കെട്ടിപ്പിടിക്കാൻ നീ ആരടി? വേണ്ട, പോട്ടെ. എൽസമ്മ ഭർത്താവിനെ തടയാൻ ശ്രമിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സൈമൺ തരകൻ്റെ മോനെ കെട്ടിപ്പിടിക്കാൻ ഇവളാരാ? ഇവളാരാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എല്ലാ കണ്ണുകളും റെജീനയുടെ മേലായി. ഷീബയും ജോജോയും അപ്പോഴേക്കും അങ്ങോട്ട് തിക്കിത്തിരക്കിയെത്തി. റെജീന സൈമൺ തരകനെ തറപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് തലയും താഴ്ത്തിപ്പിടിച്ചു പോകേണ്ടി വരും. അപ്പോഴേക്കും ജോജോ അവളുടെ കൈക്ക് കയർ പിടിച്ചു. ഇവിടെന്താ വഴക്ക്? വാ പോകാം. അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് കാര്യം പറഞ്ഞിട്ട് പോ. സൈമൺ തരകൻ വിടാൻ ഭാവമില്ല. കടപ്പുറം രാജാവായ തൻ്റെ 7 അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തി ഓർക്കപ്പുറത്ത് വന്ന് തൻ്റെ മകനോട് കാണിച്ച അധികാരവും അതിസ്വാതന്ത്ര്യവും അയാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അഭിനന്ദിച്ചതായിരിക്കും. പോട്ടെ സാറേ. അധ്യാപകർ സൈമൺ തരകനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനു മുമ്പൊരിക്കെ തുമ്പോളി പള്ളിയിൽ വെച്ച് ഇങ്ങനൊരു പ്രശ്നമുണ്ടായില്ലേ? അതും ഇവളല്ലായിരുന്നോ? സൈമൺ തരകന് ആ പള്ളിമുറ്റത്ത് വെച്ചുണ്ടായ സംഭവം ഓർമ്മ വന്നു. വാ ഇവിടെ പോകാം. ജോജോ പിന്നെയും റെജീനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. റെജീനയ്ക്ക് പക്ഷേ പേടിയൊന്നും തോന്നിയില്ല. ഇതൊരു അവസരമാണെന്ന് അവൾക്ക് തോന്നി. എല്ലാ സത്യവും തുറന്നു പറയാൻ ഇതിനേക്കാൾ പറ്റിയ ഒരു സന്ദർഭം ഇനി കിട്ടാനില്ല. അവൾ വാ തുറക്കാൻ ഭാവിച്ചപ്പോഴേക്കും ജോജോ ശക്തിയായി അവളുടെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചു. ഇവിടെ വരാനാ പറഞ്ഞത്. അവിടെ നില്ല. കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ തലേം താഴ്ത്തിപ്പിടിച്ച് പോണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറ. സൈമൺ തരകൻ റെജീനയുടെ കൈക്ക് പിടിച്ചു നിർത്തി. റെജീനയുടെ കണ്ണ് തീപ്പൊരി വീണതുപോലെ എരിഞ്ഞു. 10 കൊല്ലം മുൻപ് നിങ്ങൾ ചെല്ലിക്കടപ്പുറത്തിട്ട് ഒരു പെണ്ണിനെ നശിപ്പിച്ചില്ലേ എമിലി? കടലിൽ പോയി കപ്പലിടിച്ച് കാണാണ്ടായ ആഞ്ചലോസിൻ്റെ പെണ്ണ് ഓർക്കുന്നുണ്ടോ മുതലാളി? അന്ന് നിങ്ങൾ മീൻകൂടത്തിലിട്ട് പീഡിപ്പിച്ചത് എൻ്റെ ചേച്ചീനെയാ. ആ വകയിലൊരു മകനുമുണ്ട് ചേച്ചിക്ക്. ദാ ഇവൻ്റെ പ്രായത്തിൽ തന്നെ ഒരുത്തൻ, നിങ്ങളുടെ തന്നെ മകൻ ശൗരി. സൈമൺ തരകൻ സ്തംഭിച്ചു നിന്നുപോയി. ഇവിടെ ഈ അധ്യാപകരുടെയും മറ്റാളുകളുടെയും വിദ്യാർത്ഥികളുടെയും തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും മുൻപിൽ വെച്ച് ഇങ്ങനെയൊരു അപമാനം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മുട്ടുസൂചി നിലത്ത് വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. എല്ലാ കണ്ണുകളും റെജീനയിലേക്കും പിന്നെ സൈമൺ തരകനിലേക്കും നീണ്ടു. അധ്യായം 39. റെജീനയെ പിടിച്ചു വലിച്ചാണ് ജോജോ സ്റ്റേജിൻ്റെ അരികിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. അവളുടെ ശരീരം ബാധ കയറിയതുപോലെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. നാണക്കേടിൻ്റെ വഴുവഴുത്ത ചെളിയിൽ കഴുത്തൊപ്പം മുങ്ങിയ പോലെ എൽസമ്മ ചൂളിച്ചുരുങ്ങി നിൽക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ പറ്റിയാണ് ആ സ്ത്രീ വിളംബരം നടത്തിയത്. അവിടെ കൂടി നിന്ന അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. മകനെ പുകഴ്ത്തി കേട്ടപ്പോൾ വാനോളം ഉയർന്ന അഭിമാനവും സന്തോഷവും മകൻ്റെ അപ്പനെ ഇകഴ്ത്തി കേട്ടതോടെ അപമാനവും അവഹേളനവുമായി മാറിയത് എൽസമ്മ അനുഭവിച്ചറിഞ്ഞു. എന്തിനാ ആ സ്ത്രീ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്? ആരാണ് ആ സ്ത്രീ? രക്ഷാകർത്താക്കളിൽ ഒരാൾ ആരോടെന്നില്ലാതെ ചോദിച്ചു. അവൾക്ക് ഭ്രാന്ത, മുഴുവട്ട്. സൈമൺ തരകൻ ഒരു പ്രഖ്യാപനം നടത്തി. അവരെന്താ പറഞ്ഞത്? മറ്റൊരാൾ ചോദിച്ചു.
ഇദ്ദേഹം ആ സ്ത്രീയുടെ ചേച്ചിയെ പീഡിപ്പിച്ചെന്നും ആ വകയിൽ ഇതുപോലൊരു മകനുണ്ടെന്നും അല്ലേ? മറ്റൊരു വിദ്യാർത്ഥിനിയുടെ അമ്മ എൽസമ്മയോട് ചോദിച്ചു. ഞാനൊന്നും കേട്ടില്ല. സമനില തെറ്റിയ പോലെ അവളെന്തോ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. എൽസമ്മ പറഞ്ഞു. അവളെ വിട്ടത് ശരിയായില്ല. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അധ്യാപികമാരിലൊരാൾ പറഞ്ഞു. എല്ലാം കണ്ടും കേട്ടും വിഷ്ണനായി നിൽക്കുകയാണ് ഡാൻഡസ്. ഞങ്ങൾ പോട്ടെ ടീച്ചർ. ഹെഡ് മിസ്ട്രസിനോട് തിടുക്കത്തിൽ യാത്ര പറഞ്ഞ എൽസമ്മ ഡാൻഡസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിന് പിന്നിലേക്ക് നീങ്ങി. ഡാൻഡസിന് വയലിൻ എടുത്ത് കാറിൽ വയ്ക്കണമെന്നുണ്ടായിരുന്നു. സൈമൺ തരകൻ പ്രതികാരദാഹത്തോടെയാണ് കാറിൽ വന്നു കയറിയത്. റജീനയെ സ്കൂളിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ കാർ ഇടിപ്പിച്ച് കൊല്ലണമെന്ന് അയാൾ വിചാരിച്ചു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ സ്കൂളിൻ്റെ അങ്കണത്തിലും റോഡരികിലുമായി കണ്ട സ്ത്രീകൾ ഓരോരുത്തരും റജീന എന്ന സ്ത്രീയാണെന്ന് അയാൾക്ക് തോന്നി. പതിയെ ഓടിക്ക്. എങ്ങോട്ടാ ഇത്ര ഭ്രാന്തെടുത്ത്? പിൻസീറ്റിലിരുന്ന എൽസമ്മ അരിശം പൂണ്ടു. നിന്റെ അപ്പൻ്റെ കുഴിമാടത്തിലോട്ട്. സൈമൺ തരകൻ മറുപടി നൽകി. അതാ ഇതിനേക്കാൾ ഭേദം. നാണക്കേടില്ലാതെ ചെന്ന് കിടക്കാൻ പറ്റിയ സ്ഥലം. നിനക്കവളെ അറിയാറുന്നല്ലേടി? നീയല്ലേ അവളെ ഇത്രയും അടുപ്പിച്ചത്? KCMലെ നേഴ്സാണെന്നല്ലാതെ എനിക്കെന്തറിയാം. ഞാൻ ഡാൻഡസിനെ പ്രസവിച്ചു കിടന്നപ്പോൾ അവളായിരുന്നു ലേബർ റൂമിൽ. എൽസമ്മ പറഞ്ഞു. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. KCMലെ പണിയൊക്കെ ഞാൻ പൂട്ടിച്ചോളാം. അവളുടെ ആയുസ് ഇനി സൈമൺ തരകൻ തീരുമാനിക്കും. വെറുതെ ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കണ്ട. നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശമ്പളമല്ല ഇതൊക്കെ. അതിനെതിരെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ പിന്നെയും പിന്നെയും നാറിക്കൊണ്ടിരിക്കും. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാ. ഞാൻ എന്തു ചെയ്തു എന്നാ നീ പറയണത്? പാപത്തിൻ്റെ ശമ്പളം കിട്ടാൻ? അത് ആ നേഴ്സ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞല്ലോ. സകലരും കേൾക്കുകയും ചെയ്തു. അവൾ പറഞ്ഞ ഭ്രാന്ത് ആര് വിശ്വസിക്കുന്നു? പിന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക മനുഷ്യന്മാർ. കുഴിയാനയെ താപ്പാനയാക്കുന്നവരാ. ഒരു തുമ്പ് കിട്ടിയാൽ മതി. എൽസമ്മ പിറുപിറുത്തു. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ആ പെണ്ണ് എന്തോ പറഞ്ഞു. എനിക്ക് പോലും ശരിക്ക് പിടികിട്ടിയില്ല. അവൾ ആരാണെന്നാ പറഞ്ഞത്? ചെല്ലിക്കടപ്പുറത്തെ എമിലിയുടെ അനുജത്തി. കെട്ടിയോൻ ചത്ത എമിലിനെ നിങ്ങൾ കടപ്പുറത്തിട്ട് നശിപ്പിച്ചെന്നും ആ വകയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മകനുണ്ടെന്നുമാ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്. അവൻ്റെ പേരും പറഞ്ഞു. ശൗരി, ഇതിലിനി എന്താ മനസ്സിലാകാനുള്ളത്? ആ കൊച്ചിൻ്റെ മുമ്പിലിരുന്ന് വിളിച്ചു പറയാതെടി നായിൻ്റെ മോളെ. സൈമൺ തരകൻ ആക്രോശിച്ചു. അവനെന്താ പൊട്ടനാണോ? വയസ്സ് 10 കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അവന് മനസ്സിലാകും. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ പോട്ടെ പോട്ടേന്ന്. അവളെ വിട്ടേക്കാൻ. അപ്പോൾ സമ്മതിക്കില്ല. അവൾ ആരാണെന്നറിയണം. എന്തിനാണ് മോനെ കെട്ടിപ്പിടിച്ചതെന്നറിയണം. എന്നിട്ടിപ്പം എന്തായി? ഞാനും എൻ്റെ മോനും ആരായി? അവൾ ഇങ്ങനത്തവളാണെന്ന് ഞാൻ അറിഞ്ഞോ? അറിയാവുന്ന നീ പറഞ്ഞോ? എനിക്കറിയാവുന്നത് അവൾ എൻ്റെ പ്രസവം എടുത്ത നേഴ്സാണെന്ന് മാത്രമാ. എമിലിയുടെ അനുജത്തിയാണെന്ന് എനിക്കറിയില്ല. എൽസമ്മ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. നാശം പിടിച്ചവളെ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാതിരുന്ന അത്രയും സ്വസ്ഥത കിട്ടും. എൻ്റെ മോന് ഇനി ആ സ്കൂളിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണ്ടല്ലോ. എല്ലാവരും അറിഞ്ഞില്ലേ അവൻ്റെ അപ്പൻ്റെ തന്നിറം? ഡാൻഡസ് എല്ലാം കേട്ടുകൊണ്ട് മുൻസീറ്റിൽ ചാരിക്കിടപ്പുണ്ടായിരുന്നു. അവളെന്തിന് എൻ്റെ കൊച്ചിനെ കെട്ടിപ്പിടിക്കാൻ വന്നു? അതാ എനിക്ക് മനസ്സിലാകാത്തെ. സൈമൺ തരകന് എത്തും പിടിയും കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് ഡാൻഡസിനെ നോക്കിയത് അവളാ. അതിൻ്റെ സ്നേഹമാ. എൽസമ്മ പറഞ്ഞു. കാരക്കാട്ടെ ബംഗ്ലാവിലെത്തി കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറവേ ഡാൻഡസ് ചോദിച്ചു. ആരാ മമ്മി ശൗരി? എൽസമ്മ തലതിരിച്ച് തൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കി. സൈമൺ തരകൻ തൻ്റെ ഭാര്യയെയും തറപ്പിച്ചു നോക്കി. പറഞ്ഞു കൊടുക്കടി. വേണ്ട ദിനങ്ങളെല്ലാം പഠിച്ചു വളരട്ടെ. എത്ര ഒളിച്ചു വെച്ചാലും അവനൊരു കാലത്ത് എല്ലാം തിരിച്ചറിഞ്ഞോളും. എൽസമ്മ ഡാൻഡസിൻ്റെ കൂടെ പൂമുഖത്തേക്ക് നടന്നു. മോനെ, അത് ചെല്ലിക്കടപ്പുറത്തെ ഒരു തെമ്മാടി ചെറുക്കനാ. പപ്പയുടെ മകനാണോ മമ്മി അത്? മകൻ്റെ നാവിൽ നിന്ന് അത് കേട്ടതും എൽസമ്മയുടെ നെഞ്ചിലൊരു മിന്നിപ്പിടുത്തമുണ്ടായി. അങ്ങനെ ആര് പറഞ്ഞോ? ആ ചേച്ചി ഉറക്കെ പറഞ്ഞല്ലോ, പപ്പയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട്. ആ ചേച്ചിക്ക് തലയ്ക്ക് നല്ല സുഖമില്ല, അതാ. ഡാൻഡസ് നിമിഷങ്ങളോളം ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, ആണോ? ആ ആണോയ്ക്ക് പിന്നിൽ അവൻ്റെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും ദഹിക്കാത്ത എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് എൽസമ്മയ്ക്ക് മനസ്സിലായി. കാലാന്തരത്തിൽ കടപ്പുറത്തു നിന്ന് തന്നെ അവൻ ഉത്തരങ്ങൾ തെരഞ്ഞു പെറുക്കി എടുത്തുകൊള്ളുമെന്നും. മോട്ടോർ ബൈക്കിൽ വീട്ടിൽ തിരിച്ചെത്തുവോളം റജീനയ്ക്ക് ജോജോയുടെ ശകാരം കേൾക്കേണ്ടി വന്നു. ദേഷ്യം കാരണം അയാൾ റോഡിലെ കുഴികളിലെല്ലാം ബൈക്ക് കയറ്റിയിറക്കി. ഇതെന്താ ജോപ്പാപ്പ? എൻ്റെയും റജീന മാമയുടെയും നടുവൊടിക്കുമല്ലോ. അപ്പോഴാണ് ഷീബയും കൂടി ബൈക്കിലിരിപ്പുണ്ടല്ലോ എന്ന ബോധം ജോജോയ്ക്കുണ്ടായത്. എടി പോത്തേ, ബുദ്ധിയില്ലാത്ത കഴുതേ, പന്നിയുടെ മോളെ, നീ എന്തു വിചാരിച്ചാണടി കാരക്കാട്ട് സൈമൺ മുതലാളിയോട് കൊമ്പ് ഓർക്കാൻ പോയത്?
ജോജോ ചീറിക്കൊണ്ട് ബൈക്ക് ഓടിച്ചു. എടി, നീ ആരാണെന്നാ നിന്റെ വിചാരം? അയാൾ ആ ഭീമൻ കൈവീശി ഒറ്റയടി തലയ്ക്ക് വെച്ച് തന്നിരുന്നെങ്കിൽ ഓഡിറ്റോറിയം നിറച്ചും ചെളിയായേനെ നിന്റെ തലമണ്ടേലെ. അത് കേട്ട് ഷീബ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഞെരുങ്ങിയിരുന്ന് പൊട്ടിച്ചിരിച്ചു. ഇളിക്കല്ലേ ഷീബേ, എനിക്ക് നിന്നോടും കൂടെ ദേഷ്യം വരുന്നു. നീ എന്തിനാ ഇവളെ നിന്റെ സ്കൂളിലോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോയത്? ഡാൻഡസിൻ്റെ പാട്ടും വയലിനും കേൾക്കാൻ? ഡാൻഡസ് വലിയ മുതലാളിമാരുടെ വീട്ടിൽ അങ്ങനെ കഴിവുള്ള നല്ല മിടുക്കന്മാരുണ്ടാവും. അതിന് ഈ പള്ളത്തിൽ കിടന്ന് പൊളയ്ക്കണത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കണേ. അയാളെ വെല്ലുവിളിക്കേണ്ട കാര്യമെന്താ? റെജീന വാ പൂട്ടി മുദ്ര വച്ചിരിക്കുകയാണ്. വായിൽ കമ്പിട്ട് കുത്തിയാലും ഇനി ഒരക്ഷരം ഉരിയാടുന്ന ലക്ഷണമില്ല. അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് ആ ചെറുക്കനെ കെട്ടിപ്പിടിച്ചേക്കണ. എന്നാത്തിൻ്റെ സൂക്കേടാണെന്ന് നോക്കണേ. ആളും തരവും നോക്കണ്ടേ? അവൻ പാട്ട് പാടുകയും വയലിൻ വായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും കൊള്ളാം. നമുക്കെന്തോന്ന് മെച്ചം? അങ്ങനെ വീട്ടിലെത്തി. ജോജോ ബൈക്ക് സ്റ്റാൻഡിൽ കയറ്റി വയ്ക്കുമ്പോഴേക്കും റെജീന മുഖം വീർപ്പിച്ച് പോയി കിടന്നു കഴിഞ്ഞു. ജോജോ മുറിയിലേക്ക് കയറി ലൈറ്റിട്ടു. നിനക്ക് നിൻ്റെ കൊച്ചിനെ വേണ്ടേടി? റെജീന മിണ്ടിയില്ല. അത് അമ്മയുടെ കൂടെ കിടന്നുറങ്ങി കരഞ്ഞു കരഞ്ഞ്. അതിനും ഉത്തരം വന്നില്ല. വൈകുന്നേരം പോയതല്ലേ ഇവിടുന്ന്? നീ ഒന്നും കഴിക്കുന്നില്ലേ? ആ ചോദ്യത്തിന് റെജീന ആശങ്കാജനകമായ മൗനം ഭജിച്ചു. എന്നാൽ നീ ഒന്നും തിന്നണ്ട, പട്ടിണി കെടാ. ജോജോ വാതിലടച്ചു. ഷീബ റെജീന വരാൻ വേണ്ടി അടുക്കളയിൽ അല്പസമയം കാത്തു നിന്നിട്ട് ചോറെടുത്ത് കഴിച്ചു. എടി, നിന്നോട് പറഞ്ഞതാണോടി കുറ്റം? ജോജോ തലയണയിൽ കടുങ്കൈ കുത്തി റെജീനയ്ക്കെതിരെ ചരിഞ്ഞു കിടന്ന് അവളുടെ ചെവിയിലേക്ക് ശകാരം ചൊരിഞ്ഞു. ആ സൈമൺ മുതലാളി ആരാ? നീ ആരാ? നീ ഇത്ര പൊട്ടിയാണോ? അയാൾ വിചാരിച്ച നിന്റെ ജോലി കളയിക്കും, അറിയോ? വെറും അറുവാണിച്ചുകളെ കൊണ്ട് നിന്നെ അയാൾ നടു റോഡിലിട്ട് തല്ലിക്കും. അങ്ങനൊന്നും ചെയ്യാൻ മടിയില്ലാത്തവനാ. നിന്റെ ചേച്ചിയോട് അയാൾ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാവല്ലോ. റെജീന മറുവശത്തേക്ക് പുറന്തിരിഞ്ഞു കിടന്നു. നാണമുണ്ടോടി നിനക്ക് അത്രയും പേരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ? നിന്റെ ചേച്ചി അയാളുടെ മോനെ പഴിച്ചു പറ്റുന്ന അഭിമാനം എന്ന് പറയണ സാധനം തൊട്ട് തേച്ചിട്ടുണ്ടോടി നിന്റെ ഏഴയലത്ത്? നിന്റെ ചേച്ചി എത്ര ഭേദം. ഒരിടത്തും പറഞ്ഞുകൊണ്ട് നടക്കണില്ലല്ലോ. എൻ്റെ മോൻ ശൗര്യയുടെ തന്ത കാരക്കാട്ട് സൈമൺ മുതലാളിയാണെന്ന് ആ സ്കൂളിലുള്ള ടീച്ചേഴ്സും കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും നിന്നെപ്പറ്റി എന്താ വിചാരിച്ചേക്കണേ? എന്നെപ്പറ്റി എന്തു വിചാരിച്ചാലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. റെജീന ഒടുക്കം വായ തുറന്നു. വളഞ്ഞ് നിന്റെ ചേച്ചിയുടെ മാനം നശിപ്പിച്ചവൻ്റെ കൊച്ചിനോടെന്നാ നിനക്ക് ഇത്രയ്ക്ക് സ്നേഹവും വാത്സല്യവും? നീ കുറേ തവണയായിട്ട് പറയണല്ലോ ഡാൻഡസ് ഡാൻഡസ്. നിന്റെ വല്യപ്പച്ചൻ്റെ അതേ നിറം, അതേ രൂപം, അതേ പാട്ട്, അതേ വയലിൻ, അതേ വര. എന്തിൻ്റെ കേടാ നിനക്ക്? അയാളുടെ ഒരു മോനെ നിന്റെ ചേച്ചി പ്രസവിച്ചല്ലോ, ശൗരി. അവനെ നീ തൊട്ടിട്ടുണ്ടോടി? ശൗരിന്ന് നീ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോടി നീ അവന്? ശത്രുവിനോട് പെരുമാറുന്ന പോലെ അല്ലായിരുന്നോടി നീ ആ കൊച്ചിനോട്? കുശുമ്പും കുന്നായ്മയും പഞ്ഞത്തരവും. എന്നിട്ട് ഡാൻഡസിനെ കെട്ടിപ്പിടിക്കാൻ ചെന്നാക്കണ. അവനാരാ? അവനോ? അവനെൻ്റെ ചേച്ചിയുടെ മോനാ. സഹികെട്ട് ചങ്കുപൊളിഞ്ഞ് റെജീന തൻ്റെ പല്ലുകൾക്കിടയിലൂടെ ചീറി. ആര്? ഡാൻഡസോ? നിനക്ക് വട്ടാണോടി? ഞാൻ സത്യ പറഞ്ഞത്. അർത്തുങ്ക പുണ്യാളച്ചനാണേ സത്യം. ഡാൻഡസ് എൻ്റെ ചേച്ചിയുടെ മോനാ. ശൗര്യ കാരക്കാട്ടെ എൽസമ്മ വെറ്റത്. നീ എന്തോന്നടി പറയുന്നേ? ജോജോ അന്തം വിട്ടു. ഞാനാ കൊച്ചുങ്ങളെ തമ്മിൽ മാറ്റിയത് KCMലെ ലേബർ റൂമിൽ വെച്ച്. റെജീന പറഞ്ഞത് കേട്ട് ജോജോ നടുങ്ങിപ്പോയി. KCM ഹോസ്പിറ്റലിലെ ലേബർ റൂം അയാൾ പലതവണ മനസ്സിൽ കണ്ടു. ഒരു തൊട്ടിലിൽ എമിലി ചേച്ചി പ്രസവിച്ച കുഞ്ഞ്, മറ്റൊരു തൊട്ടിലിൽ കാരക്കാട്ടെ എൽസമ്മ പ്രസവിച്ച കുഞ്ഞ്, വേറെയും തൊട്ടിലുകൾ, കുഞ്ഞുങ്ങൾ, അവരുടെ കരച്ചിൽ. റെജീന എന്ന പൂതന എമിലി ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ എടുക്കുന്നു. അതിനെ എൽസമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ അടുത്ത് തൊട്ടിലിൽ കിടത്തുന്നു. എന്നിട്ട് എൽസമ്മ പ്രസവിച്ച കുഞ്ഞിനെ എമിലി ചേച്ചിയുടെ കുഞ്ഞ് കിടന്ന തൊട്ടിലിൽ കിടത്തുന്നു. ആ കുഞ്ഞുങ്ങൾ പിറന്നിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നുമില്ല. അടിമുടി ഫ്ലാനലിൽ പൊതിഞ്ഞ കുഞ്ഞ്. കണ്ണും മൂക്കും ചുണ്ടുകളും ഇത്തിരി പോന്ന കവിൾത്തടങ്ങളും മാത്രം പുറത്തു കാണാം. നിറവ്യത്യാസമുണ്ടെങ്കിൽ മാത്രം സംശയം തോന്നാം. രണ്ടും ഒരേ അപ്പൻ്റെ മക്കൾ, ചോരക്കുഞ്ഞുങ്ങൾ. സംഭവിക്കുന്ന കാര്യമാണ്. ജോജോ റെജീനയെ നോക്കി. അവളുടെ താടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തോടടുപ്പിച്ച് പല്ല് കടിച്ച് ചീറി. നീ പറഞ്ഞതെല്ലാം സത്യമാണോടി, വിവരം കെട്ടവളെ? ഞാനെന്തിനാ കള്ളം പറയണേ? നീ വെച്ച് മാറിയത് തന്നെയാ അല്ലേ? അതെ. ഒരൊറ്റ തേപ്പ് വെച്ച് തന്നാ ഉണ്ടല്ലോ. എന്നാ സൂക്കേടനാ നീ അങ്ങനെ ചെയ്തേ? അതുകൊണ്ട് നിനക്ക് എന്ത് ഗുണം കിട്ടി? എന്ത് കിട്ടിയെന്നോ? എൻ്റെ ചേച്ചിയുടെ മോന് ഒരു കഷ്ടപ്പാടും അനുഭവിക്കണ്ട.
കാരക്കാട്ട് കൊട്ടാരത്തിൽ അവന് രാജകുമാരനെ പോലെയാ വളരുന്നേ. അവൻ മാത്രമല്ല, അവൻ്റെ കഴിവുകളും വളരുന്നുണ്ട്. അവൻ്റെ സംഗീതം, അവൻ്റെ ചിത്രരചന, അവൻ്റെ വയലിൻ. അവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും. അതിനു പകരം എമിലി ചേച്ചിയുടെ വീട്ടിൽ വളർന്നിരുന്നെങ്കിലോ ചെല്ലിക്കടപ്പുറത്തൂടെ തെണ്ടി നടക്കേണ്ടി വന്നേനെ. റെജീന തൻ്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തി. അവൻ ആരായി തീർന്നാലും നിനക്കതുകൊണ്ട് എന്നാ ഗുണം കിട്ടുമെടി? എനിക്ക് സന്തോഷിക്കാമല്ലോ. ഡാൻഡസിനെപ്പറ്റി പറയുമ്പോഴെല്ലാം ഞാൻ ഞങ്ങളുടെ വല്യപ്പച്ചനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെയാണെന്നാണോ നിങ്ങളെല്ലാം കരുതിയേ? എൻ്റെ വിവരക്കേടുകൊണ്ട് പറയുവാണെന്ന് അല്ലേ? എമിലി ചേച്ചിയുടെ മോനായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ തനി സ്വരൂപം, എല്ലാ കഴിവുകളും അതേപടി അവന് കിട്ടിയിട്ടുണ്ട്. എടി പൊട്ടി, അതുകൊണ്ട് എമിലി ചേച്ചിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാലോ ഡാൻഡസ് ആരാണെന്ന്. അറിഞ്ഞിട്ടെന്താ കാര്യം? സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാമല്ലോ. എടി, അതിപ്പോഴത്തെ അവസ്ഥ. അന്ന് ആശുപത്രി വെച്ച് നിനക്കറിയായിരുന്നോ നിന്റെ വല്യപ്പച്ചൻ്റെ സകല ഗുണങ്ങളും അവന് കിട്ടിയിട്ടുണ്ടെന്ന്? അവൻ വലിയ സംഗീതജ്ഞനും ചിത്രകാരനുമായി വരുമെന്ന്? ഇല്ലല്ലോ. അന്നെനിക്കറിയത്തില്ല. പിന്നെന്തിനാ നീ അന്നങ്ങനെ ചെയ്തു? ഒരു കാരണം പറ. അതോ, എൻ്റെ ചേച്ചിയെ നശിപ്പിച്ച ആ പട്ടി മുതലാളിയോട് പകരം വീട്ടാൻ വേണ്ടി ചെയ്തതാ. എങ്ങനെ പകരം വീട്ടാൻ? അയാളുടെ സ്വന്തം മകനല്ലേ ചെല്ലിക്കടപ്പുറത്ത് കിടന്ന് കഷ്ടപ്പെട്ടത്. ഇപ്പം അവൻ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല. എടി, ആ ഡാൻഡസും അയാളുടെ സ്വന്തം മകനല്ലേ. അയാൾക്കിപ്പോൾ ആരായാലും എല്ലാം ഒരേപോലെയല്ലേ? എന്നാര് പറഞ്ഞു? ഒരേപോലെയായിരുന്നെങ്കിൽ അയാൾ ശൗരീനെ മടിയിലെടുത്തു വെച്ച് ലാളിച്ചേനെ. അങ്ങനെ ചെയ്തു അയാൾ? ഇല്ല. ശൗരിയോട് അയാൾക്ക് എന്നാ കലിപ്പാണെന്നറിയോ ചേട്ടന്? എനിക്കറിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്യത്തുള്ളെന്ന്. ലോകത്തെ എല്ലാ മുതലാളിമാരും അങ്ങനെ ജാരസന്തതികളെ കണ്ണെടുത്ത കണ്ടുകൂടാ. അയാളുടെ വീട്ടിൽ അയാൾ മടിയിൽ വെച്ച് ലാളിച്ച് വളർത്തേണ്ട മോനെയാ അയാൾ പേപ്പട്ടിയെപ്പോലെ വെറുത്തത്. അയാളുടെ സ്വന്തം ഭാര്യ പ്രസവിച്ച മകനെ, എമിലി ചേച്ചി പ്രസവിച്ച കൊച്ചിനെ അയാൾ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി രാജകുമാരനെ കണക്ക് വളർത്തേണ്ടി വന്നില്ലേ? അതാ എൻ്റെ പകരം വീട്ടിൽ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എടി കോവർ കഴുതേ, അയാളത് അറിയുന്നുണ്ടോന്നാ എൻ്റെ ചോദ്യം. അയാളുടെ വിചാരം അയാളുടെ മോൻ വലിയ കലാകാരനും സുന്ദരനും സൽസ്വഭാവിയും ഒക്കെയാണെന്നല്ലേ? അതിനെന്തെങ്കിലും കുറവുണ്ടോ? പക്ഷെ ശരിക്കുള്ള മോനല്ലല്ലോ. ശരിക്കുള്ള മോൻ തെണ്ടിപ്പെറുക്കി നടക്കുമല്ലായിരുന്നോ? എടി, ഏത് മോനായാലും അയാളുടേതല്ലേ. അയാൾക്കെന്താ നഷ്ടം? നിന്റെ ചേച്ചിക്കാ നഷ്ടം വന്നത്. ആ വിവരം നിനക്കറിയാമോ? ഡാൻഡസിനെ പോലെ കഴിവുള്ള ഒരു കലാകാരൻ, സുന്ദരൻ, സ്വന്തം വയറ്റിൽ പിറന്നിട്ടും നിന്റെ ചേച്ചിക്ക് അവനെ കിട്ടിയോ? കൊടുത്തു വിട്ടില്ലേടി നീ കാരക്കാടന്? എന്നിട്ട് ഒരു പരട്ട കൊച്ചിനെ നീ നിന്റെ ചേച്ചിക്ക് കൊടുത്തു. എടി, തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അവനവൻ്റെ നല്ലതിനെ എടുത്ത് വല്ലവനും കൊടുത്തിട്ട് കണ്ടവൻ്റെ ചീഞ്ഞതിനെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കുക. ഇതിൻ്റെ പേരാണോടി പ്രതികാരം? ഇതെന്നാ കോപ്പിലെ പ്രതികാരമാണടി മരക്കഴുതേ? ഒരു നിമിഷം റെജീനയ്ക്കും തോന്നി എല്ലാം തിരിഞ്ഞു മറിഞ്ഞു പോയെന്ന്. ആകെ ഒരു ചിന്താക്കുഴപ്പം അമളി പറ്റിയോ? പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ സമനില പിടിച്ചും പറ്റി. എന്നെ വെറുതെ കുഴയ്ക്കില്ലേ. ഞാൻ ചെയ്തത് പ്രതികാരം തന്നെയാ. എൻ്റെ ചേച്ചിയുടെ കൊച്ച് സകലമാന സൗഭാഗ്യങ്ങളും അനുഭവിച്ച് സുഖമായിട്ട് വാഴുന്നു. കാരക്കാട്ട് ബംഗ്ലാവിൽ സുഖിച്ചു വളരേണ്ട കൊച്ച് ഒരു പീറ ചെറുക്കനായിട്ടും അവനെ കണി കാണാൻ പോലുമില്ല. ഒന്നുകിൽ ചത്തുപോയി, അല്ലെങ്കിൽ ചേച്ചിക്ക് വല്ല നഷ്ടമുണ്ടോ? എൽസമ്മയുടെ കൊച്ചുപോയി, അത്ര തന്നെ. ഇപ്പോൾ ജോജോയ്ക്ക് സംശയമായി. താൻ പറഞ്ഞ് സ്ഥാപിച്ചതെല്ലാം തകിടം മറിഞ്ഞോ? എടി, അന്തിമ ഫലം നോക്കുമ്പോൾ എന്താ? നിന്റെ ചേച്ചിക്ക് കൊച്ചില്ല, എൽസമ്മയ്ക്ക് കൊച്ചുണ്ട്. ആർക്കാ നഷ്ടം? എൽസമ്മയ്ക്ക് എത്ര നാളുണ്ട് ആ കൊച്ചിൻ്റെ അവകാശം? ഞാൻ സത്യം തുറന്നു പറയുന്നത് വരെ. റെജീന വീറോടെ പറഞ്ഞു. നീ സത്യം തുറന്നു പറയാനോ? ആരോട്? ജോജോ കണ്ണുമിഴിച്ചു. ഈ ലോകത്തോട്, സകലരോടും. എന്താ? ഇപ്പോൾ എനിക്ക് ഉറപ്പായി നിനക്കൊരു കന്നാലിയുടെ ബോധം പോലുമില്ലെന്ന്. സത്യം തുറന്നു പറയാൻ പോയാൽ പിറ്റേ ദിവസം നീ ജയിലില്ല. നീ ഒരു 10 കൊല്ലം കിടക്കും ജയിലിൽ. ഒരു മൂളയുമില്ലാണ്ട് ഊളത്തരം പറയുന്നു. എടി, നീ കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനെയും എമിലി ചേച്ചിയുടെ മകനെയും തമ്മി വെച്ച് മാറിയെന്നറിഞ്ഞ സൈമൺ മുതലാളി ഒരു തോക്കെടുത്തോണ്ട് വന്ന് അതിൻ്റെ കുഴലിൽ നിന്റെ നെറ്റിയിലോട്ട് മുട്ടിച്ചു വെച്ചോണ്ട് അതിനകത്തെ ഉണ്ടയെല്ലാം തീരുന്നതുവരെ വെടിവെക്കും. അറിയോടി നിനക്ക്? എൻ്റെ മോനെ എങ്ങാനും അങ്ങനെ ആരെങ്കിലും വെച്ച് മാറിയെന്ന് ഞാനറിഞ്ഞ അവളെ ഞാൻ കാട്ടാന ചവിട്ടി അരയ്ക്കുന്ന പോലെ അരയ്ക്കും. റെജീനയ്ക്ക് അതൊരു വെളിപാടായിരുന്നു. താൻ ചെയ്തത് ഭയാനകമായ കുറ്റകൃത്യമാണെന്നോ അതിന് നിയമപരമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നോ അവൾ നാളിതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 കൊല്ലം മുൻപ് ഞാനൊരു കുസൃതി കാണിച്ചിട്ടുണ്ട്.
വേണമെങ്കിൽ ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞേക്കാം എന്നൊരു മനസ്ഥിതിയായിരുന്നല്ലോ തനിക്കെന്ന് അവൾ ചിന്തിച്ചു. ജീവൻ വരെ അപകടത്തിലാകുന്ന വിഷയമാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. നിന്റെ എമിലി ചേച്ചിയുണ്ടല്ലോ, ഈ വിവരമറിഞ്ഞ നിന്നെ ഓടിച്ചിട്ട് പത്തലിന് തല്ലും. ജോജോ മറുവശത്തെ പ്രതികരണവും വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ആ സ്കൂളിൽ വെച്ച് സൈമൺ മുതലാളിയോട് പറയാൻ വാ തുറന്നതാ. അയാൾ ഒന്നുകൂടെ എരികേറ്റിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പോയേനെ. എൻ്റെ നാക്കിൻ്റെ തുമ്പത്തു വരെ വന്നതാ. എൻ്റെ കർത്താവേ, ദൈവം കാത്തു. വെറുതെയല്ല നിന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോരാൻ എനിക്ക് തോന്നിയത്. ഒരു കാര്യം നീ ഓർത്തോ റെജീനെ, നിനക്കൊരിക്കലും ആ സത്യം ആരോടും പറയാൻ പറ്റില്ല. അന്ന് നിന്റെ ജീവിതം തീരും. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാ പറയുന്നതെങ്കിൽ ആ ഡാൻഡസും ശൗര്യം കൂടെ നിന്റെ തല വെട്ടിക്കളയും. ഉറപ്പാ. നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി? ഇല്ല, ചേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നോടായതുകൊണ്ട് സാരമില്ല. എന്നാലും നീ സൂക്ഷിക്കണം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്നെ വെല്ലുവിളിക്കരുത്, എൻ്റെ അടുത്ത് അനുസരണക്കേട് കാട്ടരുത്. നിന്റെ തലയ്ക്ക് മീതെ എപ്പോഴും ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ടെന്ന ഓർമ്മ വേണം. ചേട്ടൻ എന്നെ ഒറ്റിക്കൊടുക്കോ? എന്നെ അനുസരിച്ചാൽ ഒരു കുഴപ്പവും വരില്ല. ജോജോ താക്കീത് നൽകി. താനൊരു വലിയ ഭൂതത്തെയാണ് കുടത്തിനുള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് റെജീനയ്ക്ക് മനസ്സിലായി. രാവിലെ 5 മണി മുതൽ 8 മണി വരെയുള്ള ആയുർവേദ ചികിത്സാ സഹായിയായി നിന്നിട്ട് ചെറുവള്ളവും തുഴഞ്ഞ് കരയിൽ നിന്ന് പാൽ വാങ്ങാനും മുട്ട വാങ്ങാനും ഇറങ്ങി തിരിച്ചതായിരുന്നു ശൗരി. ഇപ്പോൾ താൻ താമസിക്കുന്ന ദ്വീപിൻ്റെ ഏകദേശ ഘടന അവന് മനസ്സിലായിട്ടുണ്ട്. തുരുത്തിൻ്റെ മുൻഭാഗത്ത് പമ്പയാർ, പിൻഭാഗത്ത് മണിമലയാർ, ഇടതുഭാഗത്ത് മാർത്താണ്ഡം കായൽ, വലതുഭാഗത്ത് പള്ളിക്കായൽ. 4 വശത്തും വിശാലമായ ജലാശയങ്ങൾ. ബോട്ട് മാർഗമല്ലാതെ പോക്കുവരവില്ല. ശൗരി വള്ളം തുഴഞ്ഞു പോയി പമ്പയാറിൻ്റെ മറുതീരത്തെ വീടുകളിൽ നിന്ന് പാലും മുട്ടയും ശേഖരിച്ചു. പമ്പയാറ്റിൽ വെള്ളപ്പൊക്കമാണ്. കുട്ടനാടിൻ്റെ വയലേലകൾ മുഴുവൻ വെള്ളം കയറിക്കിടക്കുന്നു. മണിമലയാറ്റിലും വെള്ളപ്പൊക്കം തന്നെ. പക്ഷേ ശൗരിക്കും അവൻ്റെ കൊച്ചുവള്ളത്തിനും അതൊന്നും ബാധകമല്ല. 10:30 മണിയോടെ അവൻ റിസോർട്ടിൽ തിരിച്ചെത്തി. ഇനി പാചകത്തിന് സഹായിക്കണം. പച്ചക്കറി അരിയണം, അരി കഴുകണം, തേങ്ങ ചെരുകണം, അങ്ങനെ കുറേ ജോലിയുണ്ട്. ശൗരി എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്ന് ബേബിച്ചായൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി അവനെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കില്ല. ബേബിച്ചായൻ അറിഞ്ഞാൽ അതിന് പ്രേരിപ്പിച്ചവർക്ക് ശകാരവും കിട്ടും. ശൗരിയുടെ ശമ്പളവും ബേബിച്ചായനാണ് നിശ്ചയിച്ചത്. ദിവസം 50 രൂപ. അതുകൂടാതെ ശൗരി ചൂണ്ടയിട്ടും മീൻ പിടിച്ചും പൈസയുണ്ടാക്കി. ശൗരിക്കുട്ടി ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനിന് മാർക്കറ്റ് വിലയുടെ നേർപകുതി വിലയാണ് ബേബിച്ചായൻ കണക്കാക്കിയത്. അതിൻ്റെ കാരണം, ഒന്നാമത്, ശൗരി ഡ്യൂട്ടി സമയത്താണ് ചൂണ്ടയിടുന്നത്. 2, ശൗരി ആ മീൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ബേബിച്ചായൻ കൊടുക്കുന്നതിനേക്കാൾ 5-10 രൂപയുടെ വ്യത്യാസത്തിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ശൗരിയുടെ ശമ്പളം ബേബിച്ചായൻ തന്നെയാണ് സൂക്ഷിക്കുക. ബേബിച്ചായൻ്റെ ഭാര്യ വീട് പണ്ടാരക്കളം എന്ന സ്ഥലത്താണ്. ആഴ്ചയിലൊരിക്കൽ ബേബിച്ചായൻ ഭാര്യ വീട്ടിൽ പോകും. ശൗരിയുടെ ശമ്പളം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അതിൻ്റെ പാസ്ബുക്ക് അവനെ കാണിക്കും. മിക്കപ്പോഴും അവന് സാമാന്യം നല്ല ടിപ്പും കിട്ടാറുണ്ട്. പ്രകൃതി ചികിത്സയ്ക്ക് വരുന്ന സായിപ്പുമാർ, മദാമ്മമാർ, അന്യസംസ്ഥാനക്കാർ, അറബികൾ തുടങ്ങിയവർ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ ശൗരിയെ വിളിച്ച് എന്തെങ്കിലും കൊടുക്കും. 50-100 ചിലപ്പോൾ കിട്ടും. ഒരിക്കൽ ഒരു മദാമ്മ അവന് 500 രൂപ സമ്മാനിച്ചു. ജോലി ചെയ്യുന്നതിൽ ശൗരിക്കുള്ള ശുഷ്കാന്തിയാണ് ഏവർക്കും അവനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം. ആത്മാർത്ഥമായി ജോലി ചെയ്യും. മെയ് അനങ്ങാതെ കള്ളത്തരം കാണിക്കുന്ന പണിക്കാരോട് ബേബിച്ചായൻ ശൗരിയെ ഉദാഹരിച്ചുകൊണ്ട് പറയും, ശൗരിയെ കണ്ടുപിടിക്കും നിങ്ങൾ. അവന് കിട്ടുന്ന ശമ്പളത്തേക്കായാലും സ്നേഹം ചെയ്യുന്ന ജോലിയോടാ. അവൻ ആസ്വദിച്ച ജോലി ചെയ്യുന്നേ. ഒരാൾക്ക് ജോലിയോടുള്ള ആത്മാർത്ഥത എങ്ങനെ തിരിച്ചറിയുന്നേ? ബേബിച്ചായൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും അറിയില്ല. 10 മണിക്കൂർ ജോലി ചെയ്യേണ്ടവൻ അരമണിക്കൂറും കൂടെ അധികം ജോലി ചെയ്യും. എന്നാലേ അവന് തൃപ്തിയാകത്തുള്ളൂ. ആത്മാർത്ഥതയില്ലാത്തവർ അരമണിക്കൂർ നേരത്തെ പണി മതിയാക്കി അനങ്ങിയും ചനങ്ങിയും നിന്ന് സമയം കളയും. ശൗരിക്കുട്ടിക്ക് ജോലി ചെയ്യാൻ ഒരു മടിയുമില്ല. അമിതമായി ചൂഷണം ചെയ്യുകയല്ലെന്ന് തോന്നിയാൽ അവൻ ആർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കും. സുഖചികിത്സയ്ക്ക് വരുന്ന ചിലർ വേദനയുള്ള സന്ധിബന്ധങ്ങളിൽ ആവി പിടിച്ചു കൊടുക്കാൻ അവനോട് ആവശ്യപ്പെടാറുണ്ട്. ചികിത്സയുടെ ഭാഗമല്ലെങ്കിൽ പോലും അവനത് ചെയ്തു കൊടുക്കും. ചില ആഴ്ചകളിൽ ശമ്പളത്തേക്കാൾ അധികം ടിപ്പ് അവന് കിട്ടുന്നുണ്ടായിരുന്നു. അതും അവൻ ബേബിച്ചായനെ തന്നെ ഏൽപ്പിച്ചു. അതെല്ലാം എത്ര രൂപയുണ്ടാകും എന്നൊന്നും അവന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ റിസോർട്ടും ആയുർവേദ ചികിത്സാ കേന്ദ്രവും അതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ പോവുകയാണെന്ന് ഒരു വിവരം ശൗരി കേട്ടു. ബേബിച്ചായനോട് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നതായി മറുപടി കിട്ടി. അപ്പം നമ്മ ഇവിടുന്ന് പോവേണ്ടി വരുമോ ബേബിച്ചായ? ശൗരിക്കുട്ടി ചോദിച്ചു.
ഒന്നും അറിയത്തില്ലെൻ്റെ കൊച്ചേ. ഇതൊക്കെ വലിയ കോടീശ്വരന്മാർ തമ്മിലുള്ള ഇടപാടല്ലേ? ബേബിച്ചായൻ്റെയും കൂടെയല്ലേ ഇത്? ശൗര്യക്കുട്ടിയുടെ വിചാരം ബേബിച്ചായനും ഈ റിസോർട്ടിൽ എന്തൊക്കെയോ ഉടമസ്ഥാവകാശങ്ങൾ ഉണ്ടെന്നായിരുന്നു. കാരണം അത്രത്തോളം അധികാരം അവിടെ ബേബിച്ചായനുണ്ടായിരുന്നു. ബേബിച്ചായൻ പറയുന്നതിനപ്പുറം ഒരെതിർവാക്കില്ലായിരുന്നു. ബേബിച്ചായനോട് മറുവാക്ക് പറയുന്നവൻ പിന്നീട് അവിടെ ജോലി ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേബിച്ചായൻ്റെ ജോലി കൂടി അവസാനിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത്. അവനത് ആദ്യം ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ബേബിച്ചായനില്ലെങ്കിൽ താനും അവിടെ നിന്നിട്ട് കാര്യമല്ലെന്ന് അവന് തോന്നി. ഏതാനും ദിവസങ്ങൾക്കകം വ്യക്തമായ ധാരണ കിട്ടി. റിസോർട്ടും അനുബന്ധ സ്ഥാപനങ്ങളും മറ്റൊരു കമ്പനി ലീസിന് ഏറ്റെടുക്കുകയാണ്. വിൽപ്പനയല്ല, പാട്ടക്കൈമാറ്റം മാത്രം. ഇത് ഏറ്റെടുക്കുന്ന കമ്പനിക്കാർക്ക് നമ്മളെ വേണോ വേണ്ടയോ എന്ന് അറിഞ്ഞുകൂടാ. ബേബിച്ചായൻ ശൗര്യക്കുട്ടിയോട് പറഞ്ഞു. റിസോർട്ടും പ്രകൃതി ചികിത്സാ കേന്ദ്രവും പാട്ടത്തിനെടുത്ത കമ്പനി ഉടമകൾ റിസോർട്ടിലെത്തി. അവിടെയുള്ള ജോലിക്കാരെ പരിചയപ്പെട്ടു. അവരുടെയെല്ലാം ശമ്പളം എത്രയെന്ന് തിരക്കി. എല്ലാവരും അവിടെ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടു. ബേബിച്ചായൻ്റെ സ്ഥാനത്തേക്ക് പുതിയൊരു മാനേജർ വന്നു. ബേബിച്ചായൻ സൂപ്പർവൈസറായി തരം താഴ്ത്തപ്പെട്ടു. ബേബിച്ചായൻ്റെ അധികാരവും ശമ്പളവും വെട്ടിക്കുറച്ചു. അയാളുടെ വാക്കുകൾക്കും വിലയില്ലാതായി. എടാ മോനെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അധികകാലം ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ബേബിച്ചായൻ വളരെ നിരാശയോടെ അവനോട് പറഞ്ഞു. ഒരു ശനിയാഴ്ച വൈകുന്നേരം ഭാര്യ വീട്ടിലേക്ക് പോയ ബേബിച്ചായൻ തിങ്കളാഴ്ചയായിട്ടും തിരിച്ചു വന്നില്ല. ശൗരി ഉത്കണ്ഠയോടെ കാത്തിരുന്നു. ബേബിച്ചായൻ പിന്നെ വന്നതേയില്ല. അധ്യായം 41. ബേബിച്ചായൻ പോയിട്ട് ആഴ്ച 1 കഴിഞ്ഞു. അടുത്ത ശനിയും ഞായറും വന്നുപോയി. ശൗരിയുടെ പ്രതീക്ഷ അണഞ്ഞു. ഇനി ബേബിച്ചായൻ വരില്ലെന്ന് അവന് തോന്നി. ഇതുവരെ ജോലി ചെയ്ത പൈസ മുഴുവൻ ബേബിച്ചായൻ്റെ കയ്യിലാണ്. ഇനി ബേബിച്ചായൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടാൽ മാത്രമേ ആ പൈസ കിട്ടുകയുള്ളൂ എന്ന് അവന് തോന്നി. ബേബിച്ചായൻ തട്ടിപ്പുകാരനല്ലെന്നാണ് അവൻ്റെ വിശ്വാസം. ബേബിച്ചായൻ പോയതിൽ പിന്നെ ശൗരിക്ക് മ്ലാനതയാണ്. ആരോടും വലിയ മിണ്ടാട്ടമില്ല. ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ അവൻ തുടർന്നു പോന്നു. മുട്ടയും പാലും വാങ്ങാൻ മറുകരയ്ക്ക് പോകുന്ന ജോലി മാത്രം മുടങ്ങി. അതിനുവേണ്ടി പോയിക്കൊണ്ടിരുന്ന ചെറുവള്ളം ബേബിച്ചായൻ്റേതായിരുന്നു. ബേബിച്ചായൻ അതിൽ കയറി തുഴഞ്ഞാണ് പോയത്. പോകുമ്പോൾ ബേബിച്ചായൻ ശൗരിയോട് ഒരു വാക്ക് പറഞ്ഞില്ല, ഇനി തിരിച്ചു വരില്ലെന്ന്. അത് പറഞ്ഞിട്ട് പോകാത്തതിൽ ശൗരിക്ക് വലിയ പരിഭവമുണ്ട്. ബേബിച്ചായൻ പോകാൻ തന്നെ ഉറപ്പിച്ചിരുന്നുവെന്ന് പിന്നീട് അവന് മനസ്സിലായി. കാരണം ബേബിച്ചായൻ്റെ സ്ഥാവര ജംഗമങ്ങളടങ്ങിയ പെട്ടി ബേബിച്ചായൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ബാഗിൽ അത്യാവശ്യം സാധനങ്ങൾ കുത്തിനിറച്ചു കൊണ്ടുപോകാറുള്ള ബേബിച്ചായൻ ഇത്തവണ വലിയ സൂട്ട് കേസ് എടുത്ത് വള്ളത്തിൽ വെച്ചപ്പോൾ ശൗരി ചോദിച്ചതാണ്, എന്തിനാ ബേബിച്ചായ ഇത് കൊണ്ടുപോണത്? കുറേ പഴയതൊക്കെ ഉണ്ടടാ. ഇതെല്ലാം വീട്ടിൽ കൊണ്ടിട്ടിട്ട് പുതിയത് കൊണ്ടുവരാം. പഴയതെന്ത് പുതിയതെന്ത് എന്ന് ശൗരിക്കുട്ടി ചോദിച്ചില്ല. വസ്ത്രങ്ങളായിരിക്കുമെന്ന് കരുതി. ബേബിച്ചായന് ഷർട്ടും മുണ്ടും പാൻസുമൊക്കെ വേണ്ടുവോളം ഉണ്ടായിരുന്നു. രാവിലെ കുളിച്ച് അലക്കി തേച്ച ഡ്രസ്സിട്ട് വലിയ സാറന്മാരെ പോലെയാണ് ബേബിച്ചായൻ റിസോർട്ടിൻ്റെ ദൈനംദിന ചുമതലകളിലേക്ക് കടക്കുക. ഈ ഓണം കേറാത്തുരത്തിൽ ടൂറിസ്റ്റുകളും പ്രകൃതി ചികിത്സ തേടി വരുന്നവരും മാത്രം വസിക്കുന്ന ഈ കൊച്ചുദ്വീപിൽ പരിഷ്കാര വേഷങ്ങളുടെ ആവശ്യമില്ലെന്ന് ശൗരിക്ക് തോന്നിയിട്ടുണ്ട്. എടാ, മനുഷ്യന്മാർക്ക് ബഹുമാനം തോന്നണമെങ്കിൽ അടിമുടി ഗെറ്റപ്പായിരിക്കണം. ബേബിച്ചായൻ പറയാറുണ്ട്. കയ്യിൽ സ്വർണ്ണ വാച്ചും കഴുത്തിൽ സ്വർണ്ണ ചെയിനും ഉടയാത്ത ഷർട്ടും വടിപോലെ തേച്ചു മിനുക്കിയ പാൻസും ഇട്ട് നിൽക്കുന്ന ബേബിച്ചായനെ കണ്ടാൽ ടൂറിസ്റ്റുകളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമായിരുന്നു. എന്നാലും ബേബിച്ചായൻ തന്നോട് പറയാതെ പോയല്ലോ എന്ന സങ്കടത്തിൽ ശൗരിക്കുട്ടി കഴിഞ്ഞുകൂടി. പുതിയ മാനേജറുടെ പേര് സാംകുട്ടി എന്നാണ്. അയാൾ എപ്പോഴും എല്ലാവരോടും ആജ്ഞാപിച്ചുകൊണ്ട് നടക്കും. ശൗരിക്കുട്ടിയോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുത്തൻ വെള്ളം കോരുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാംകുട്ടി ചെന്ന് അയാളോട് പറയും, നിന്റെ ജോലി വെള്ളം കോരുകയാണ്, അത് നീ ചെയ്തിരിക്കണം. ശൗരി വിചാരിക്കും, ഇയാൾക്കെന്താ വട്ടാണോ? ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനോട് അത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കേണ്ട കാര്യമുണ്ടോ? ശൗരിക്കുട്ടി ചികിത്സാ കേന്ദ്രത്തിൽ ഉഴിച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ സാംകുട്ടി അതുവഴി ചെല്ലുമ്പോൾ പറയും, അങ്ങനെ ചെയ്യ്, നന്നായിട്ട് ചെയ്യ്. ശൗരിക്കുട്ടിക്കപ്പോൾ എണ്ണ പുരണ്ട കൈകൊണ്ട് സാംകുട്ടിയുടെ മുഖത്ത് ഒരു തേപ്പ് കൊടുക്കാൻ തോന്നും. ബേബിച്ചായൻ അങ്ങനെയല്ല. താൻ ചെയ്യുന്നത് നോക്കി നിൽക്കും. ചുണ്ടത്ത് ഒരു ചിരിയുണ്ടാകും. നീ പഠിച്ചല്ലോടെ മോനെ, പണിയൊക്കെ എന്ന മട്ടിൽ ഒന്ന് തലകുലുക്കും. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ സാംകുട്ടിയെ ആർക്കും ഇഷ്ടമല്ലെന്ന് ക്രമേണ ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. സാംകുട്ടി വന്നു പോയി കഴിയുമ്പോൾ എല്ലാവരും പിറുപിറുക്കുന്നുണ്ട്. ഇയാൾ എവിടത്തെ മജിസ്ട്രേട്ടാ? ഒരു മാനേജർ വന്നിരിക്കണ പൊങ്ങൻ. അയാൾ കൽപ്പിച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിക്കത്തില്ലെന്ന വിചാരം. ആ ബേബിച്ചായൻ മതിയായിരുന്നു. അങ്ങനെ പറയുന്നവരെയെല്ലാം ശൗരിക്കിഷ്ടമാണ്.
ബേബിച്ചായൻ്റെ വില എല്ലാവരും മനസ്സിലാക്കട്ടെ. പക്ഷേ ജോലിക്കാർ പലരും ശൗര്യയോടും മേധാവിത്വം കാട്ടിത്തുടങ്ങി. ശൗരി ബേബിച്ചായൻ്റെ ആളാണെന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇപ്പോഴില്ലാതായി. ആർക്കും എന്തും പറയാം, എന്തും ആജ്ഞാപിക്കാം. ബേബിച്ചായൻ ശൗരിക്കുട്ടിയോട് പറഞ്ഞ വാചകം ശൗരിക്കുട്ടി ഒടുവിൽ തന്നോട് തന്നെ പറഞ്ഞു. ഇവിടെ ഞാൻ അധികകാലം നിൽക്കുമെന്ന് തോന്നണില്ല. ഒരാഴ്ചത്തെ ശമ്പളം ശൗരിക്കുട്ടിക്ക് കിട്ടിയില്ല. അടുത്തയാഴ്ച തരുമെന്ന് കരുതി. രണ്ടാമത്തെ ആഴ്ചയും കിട്ടാതെ വന്നപ്പോൾ ശൗരിക്കുട്ടി സാംകുട്ടിയെ കണ്ട് ചോദിച്ചു, എൻ്റെ പൈസ തന്നില്ലല്ലോ. ഏതു പൈസ? കൂലി. നിനക്ക് കൂലി ഉണ്ടായിരുന്നോ? ഉവ്വ്, 50 രൂപ. ബേബിച്ചായൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ. എന്നോട് പറഞ്ഞില്ല. പറഞ്ഞു, ഞാൻ കേട്ടതാണല്ലോ. പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? എനിക്ക് എല്ലാ ആഴ്ചയും കൂലി തന്നുകൊണ്ടിരുന്നതാ. ടിപ്പ് കിട്ടുന്നില്ലേടാ നിനക്ക്? അത് വല്ലപ്പോഴും. അതുതന്നെ നിന്റെ കൂലി. ശൗരി അന്താളിച്ചു പോയി. ഇതെന്തൊരു അനീതി! ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു. 1 മാസം കഴിയട്ടെ, വല്ലതും തരാം. ശൗരിക്കുട്ടി തനിക്ക് ശമ്പളം കിട്ടുന്നില്ലെന്ന വിവരം മറ്റു ജീവനക്കാരോട് പറഞ്ഞു. അത് സാംകുട്ടിയുടെ ചെവിയിലെത്തി. നിനക്ക് ശമ്പളം തരണോ വേണ്ടയോ എന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. നീ ഇവിടുള്ളവരോട് പരാതി പറഞ്ഞ് വാങ്ങിയുമെങ്കിൽ വാങ്ങിച്ചോ. അതോടെ ശൗരിക്ക് ബോധ്യമായി, ഇവിടെ ശരിയാവില്ല. കടിച്ചു പിടിച്ച് ശൗരി 1 മാസം കൂടി നിന്നു. അതിനിടയ്ക്ക് മറ്റൊരു സംഭവമുണ്ടായി. ബേബിച്ചായൻ്റെ പകരക്കാരനായി സൂപ്പർവൈസർ ജോലിക്ക് നിയമിച്ച കുഞ്ഞപ്പന് ശൗരിയോട് പ്രേമം. തരം കിട്ടുമ്പോഴൊക്കെ ശൗരിയെ ചേർത്ത് പിടിക്കുന്നു, തലയിൽ തടവുന്നു, ദേഹത്ത് തഴുകുന്നു. എഞ്ചിൻ വെച്ച വള്ളത്തിലാണ് റിസോർട്ടിലേക്കുള്ള ചരക്കെടുക്കാൻ കുഞ്ഞപ്പൻ പോവുക. തിരിച്ചു വരുമ്പോൾ ശൗരിക്ക് ചോക്ലേറ്റും ജിലേബിയും ലഡുവുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കൊടുക്കും. ശൗരി ചോറുണ്ണുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വറുത്തുവെച്ച കരിമീൻ ഒരെണ്ണം പുഷ്പം പോലെ എടുത്തു കൊടുക്കും. അങ്ങനെ 2-4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ ശൗരിയോട് പറഞ്ഞു, എടാ, നീ ആ തണുപ്പത്ത് വള്ളപ്പൊരയിൽ കിടക്കണ്ട. എൻ്റെ മുറിയുടെ വരാന്തേ വന്ന് കിടന്നോ. വേണ്ട, ഞാനിവിടെ കിടന്നോളാം, ശൗരി പറഞ്ഞു. എടാ, എനിക്ക് പേടിയായിട്ടാ. ഞാനിങ്ങനെ കായലിൻ്റെ നടുക്ക് വന്ന് ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. പേടിച്ചിട്ടാണെങ്കിൽ പോയി കൂട്ടുകിടക്കാം എന്ന് ശൗരി സമ്മതിച്ചു. വരാന്തയിൽ പായ വിരിച്ച ശൗരിയോട് കുഞ്ഞപ്പൻ അലിവ് കാട്ടി. എടാ, ഇത് ഡിസംബറാ, ഭയങ്കര തണുപ്പാ. നീ തണുപ്പത്ത് കിടക്കണ്ട, അകത്തോട്ട് പാവിരിച്ചു കിടന്നോ. അങ്ങനെയാവാം, വിരോധമില്ല എന്ന മട്ടിൽ ശൗരിക്കുട്ടി അകത്ത് ടൈൽസ് പാകിയ തറയിൽ പായ വിരിച്ചു കിടന്നു. കുഞ്ഞപ്പൻ കട്ടിലിലും കിടന്നു. ശൗരി മയക്കം പിടിച്ചു വന്നതും ദേഹത്ത് പാമ്പിഴയും പോലെ ഒരു സ്പർശനം അനുഭവപ്പെട്ട് പിടഞ്ഞെഴുന്നേറ്റിരുന്നു. അപ്പോൾ സീൽക്കാരം പോലെ ഒരു ശബ്ദം ചെവിയിൽ കേട്ടു. എടാ ശൗരി, ഞാനാ, നീ പേടിക്കണ്ട. നീ ഉണ്ടോന്ന് തപ്പി നോക്കിയതാ, കിടന്നോടാ. ശൗരിക്കത് മനസ്സിലായില്ല. ഉണ്ടോന്ന് തപ്പി നോക്കിയത്രേ. ഇവിടെ കിടന്ന താൻ എവിടെ പോകാനാണ്? അല്പം കഴിഞ്ഞ് വീണ്ടും സ്പർശനം. പാമ്പിഴയുന്ന പോലെ ദേഹത്ത് കൈയോടുന്നു. പാമ്പ് ഇഴഞ്ഞ് കഴുത്തിലെത്തുന്നു. കഴുത്തിൽ നിന്ന് കയറി മുഖത്തുകൂടി എഴയുന്നു. ശൗരിക്കുട്ടി വീർപ്പടക്കി. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പേടിയും വല്ലായ്മയും ആകാംക്ഷയും അവനെ ചൂഴ്ന്നു. അവൻ്റെ മേൽ ചുറ്റിക്കൊണ്ടിരുന്ന പാമ്പിനെ കുടഞ്ഞുകൊണ്ട് അവൻ പിടഞ്ഞെഴുന്നേറ്റു. പാമ്പ് അവനെ ചുറ്റിവരിഞ്ഞ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പാമ്പിൻ്റെ ചുറ്റഴിച്ച് പിടുത്തം പിടിവിച്ച് കുതിറിയെണീറ്റ ശൗരി ഞൊടിയിടയിൽ വാതിൽ തുറന്നു. ശൗരി, ഇവിടെ വാടാ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നാലെ പാമ്പ് ചീറി. ശൗരി മുറ്റത്തേക്ക് ഓടിയിറങ്ങി വള്ളപ്പുരയിലെത്തി. ദേഷ്യം കൊണ്ടും ദുഃഖം കൊണ്ടും അവൻ്റെ ഉടൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ശൗരി പമ്പാ നദിക്കരയിലെ കൽക്കെട്ടിന് മീതെ കൂടി രാത്രി ആകാശം വിതറിയ മങ്ങിയ നാട്ടുവെളിച്ചത്തിലൂടെ നടന്നു. അവന് കുഞ്ഞപ്പനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ആ തുരുത്തിനോടും റിസോർട്ടിനോടും അവന് ദേഷ്യം തോന്നി. ലോകത്തോട് മുഴുവൻ അവന് കലിപ്പായി. വള്ളപ്പുരയിൽ നിന്ന് കുഞ്ഞപ്പൻ്റെ വിളിയച്ച അവൻ കേട്ടു. ശൗരി, എടാ ശൗരി. അവൻ മിണ്ടാതെ നിന്നു. കുഞ്ഞപ്പൻ അവിടെ ടോർച്ച് തെളിച്ച് നോക്കുന്നുണ്ട്. ടോർച്ചിൻ്റെ വെളിച്ചം എത്താത്തിടം വരെ ശൗരി നടന്നുപോയി. രാവിലെ ഒരു ചവിട്ട് കിട്ടിയാണ് ശൗരി ഞെട്ടി കണ്ണു തുറന്നത്. നോക്കുമ്പോൾ കുഞ്ഞപ്പൻ കലിപൂണ്ട് നിൽക്കുന്നു. രാത്രി എവിടെ പോയി കിടക്കുവരുന്നടാ നായിൻ്റെ മോനെ നീ? എണീറ്റ് പോയി ജോലി ചെയ്യടാ. ശൗരി പിടഞ്ഞെഴുന്നേറ്റു. രാവിലെ കിഴിക്കും പിഴിച്ചിലിനും ആളുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേടാ. ശൗരി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം കുഞ്ഞപ്പന്. അവൻ എഴുന്നേറ്റ് നടക്കവേ കുഞ്ഞപ്പൻ അവൻ്റെ പുറകിൽ ഒരു തൊഴുകൂടി കൊടുത്തു. ശൗരി തിരിഞ്ഞു നിന്നിട്ട് കുഞ്ഞപ്പനെ തറപ്പിച്ചൊന്നു നോക്കി. എന്തടാ നോക്കി പേടിപ്പിക്കുന്നോടെ നായേ? കുഞ്ഞപ്പൻ ചീറിക്കൊണ്ട് ചെന്നു. ശൗരി പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ശൗരിക്ക് ആരാൻ്റെ വക ചീത്തവിളി വേറെയും കിട്ടി. പകൽ മുഴുവൻ അവന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം ആദ്യമായി അവന് താൻ ചെയ്യുന്ന ജോലിയോട് വെറുപ്പ് തോന്നി. പാചകത്തിന് സഹായിക്കാൻ അടുക്കളയിൽ ചെന്നപ്പോഴും അവൻ ജോലിയിൽ അലംഭാവം കാട്ടി. ചീത്തവിളി കേട്ടു.
സുഖചികിത്സ തേടി വന്ന ഏതാനും ചിലർ ഉഴിച്ചിലിനും പിഴിച്ചിലിനുമായി രാത്രിയും ചികിത്സാ കേന്ദ്രത്തിലുണ്ടായിരുന്നു. കുഞ്ഞപ്പൻ അതുവഴി വന്നപ്പോൾ ശൗരിയും മർമാണി ചികിത്സകൻ ഔതമൂപ്പനും കൂടി ഒരു രോഗിയെ കമിഴ്ത്തിയിട്ട് പിഴിച്ചിൽ നടത്തുകയാണ്. ഔതമൂപ്പൻ എണ്ണത്തോണിയുടെ വലതുഭാഗത്ത്, ശൗരി ഇടതുഭാഗത്ത്. കുഞ്ഞപ്പൻ അല്പനേരം നോക്കി നിന്നിട്ട് ശൗരിയെ നോക്കി ആക്രോശിച്ചു. എടാ, ഇങ്ങനാണോടാ ജോലി ചെയ്യുന്നേ? ശൗരി കണ്ണുമിഴിച്ച് കുഞ്ഞപ്പനെ നോക്കി. ഔതമൂപ്പനും നോക്കി. കുഞ്ഞപ്പൻ കൈവലിച്ച് അവൻ്റെ കരണക്കുറ്റിക്ക് ഒറ്റയടി. ശൗരിയുടെ കണ്ണിൽ തീപ്പൊരികൾ മിന്നി. നോക്കി നിൽക്കാതെ ജോലി ചെയ്യടാ. ശൗരിക്കുട്ടിയുടെ കണ്ണിലെ തീപ്പൊരികൾ അണഞ്ഞു. അവിടെ ഇരുട്ട് മാത്രമായി. വീണ്ടും വെളിച്ചം വന്നപ്പോഴേക്കും കുഞ്ഞപ്പൻ നടന്നു കഴിഞ്ഞു. അയാൾ എന്തിനാടാ ശൗരി നിന്നെ തല്ലിയത്? ഔതമൂപ്പൻ ചോദിച്ചു. ശൗരി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. രാത്രി ശൗരി ഉറങ്ങാൻ കിടക്കും മുൻപ് കുഞ്ഞപ്പൻ എവിടെയെന്ന് നോക്കി. അയാൾ കിടപ്പുമുറിയിലെ മുന്നിലെ വരാന്തയിലിരുന്ന് ബ്രാൻഡി കുടിക്കുകയും മിക്സർ വാരി തിന്നുകയും ചെയ്യുന്നത് കണ്ടു. ശൗരി രാത്രി അടുക്കളയുടെ പിന്നിലെ സ്റ്റോർ മുറിയിൽ ചാക്കു വിരിച്ച് അതിനു മീതെ കിടന്നുറങ്ങി. കുഞ്ഞപ്പനെ പേടിച്ചിട്ടായിരുന്നു അത്. രാവിലെ നേരത്തെ ഉണർന്ന് അവൻ ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോയി. അവിടുത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് സാംകുട്ടിയെ കണ്ടു പറഞ്ഞു, നാളെ ക്രിസ്മസാ. അതെ, ക്രിസ്മസാ. അതിനെന്താ? സാംകുട്ടി ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോകണം. നീ എങ്ങനെ പോകാനാ? ഇവിടുന്ന് ബോട്ടും വെള്ളവും ഒന്നും ആലപ്പുഴയ്ക്ക് പോണില്ല. എൻ്റെ കൂലി തന്നാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളാം. നിനക്കിവിടെ ശമ്പളമില്ല, ഭക്ഷണം തരും. ടൂറിസ്റ്റുകളും സുഖചികിത്സയ്ക്ക് വരുന്നവരും തരുന്ന ടിപ്പാ നിൻ്റെ ശമ്പളം. ബേബിച്ചായൻ എനിക്ക് കൂലി തന്നുകൊണ്ടിരുന്നതാ. എന്നാൽ നീ ബേബിച്ചായനോട് പോയി ചോദിക്കുക. എനിക്ക് വീട്ടിൽ പോകണം. ശൗരി പിന്നെയും ആവശ്യപ്പെട്ടു. നീ വീട്ടിലും പോണില്ല, നാട്ടിലും പോണില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യ്. സാംകുട്ടിയുടെ സ്വരം കെടുത്തു. എനിക്ക് പോകണം. ശൗരി വാശി പിടിച്ചു. പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചാ നിനക്ക് 3 നേരം ഭക്ഷണം തരും. ഇല്ലെങ്കിൽ അതുമില്ല. എനിക്ക് വീട്ടിൽ പോകണം. ശൗരിക്കുട്ടി മൂന്നാമതും ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ നീ പോ വീട്ടിലോട്ട്, അതൊന്ന് കാണട്ടെ. സാംകുട്ടി അവനെ പരിഹസിച്ചു. ശൗരി അല്പനേരം കൂടി അയാളുടെ മുന്നിൽ കാത്തു നിന്നിട്ട് വള്ളപ്പുരയിൽ പോയിരുന്നു. അടുക്കള പാചകക്കാരിൽ ഒരാൾ ശൗരിയെ തിരക്കി വന്നു. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അങ്ങോട്ട് പാടാ, അവിടെ നിറയെ ജോലി കിടക്കുന്നു. ഞാനിവിടുത്തെ ജോലി നിർത്തി, ശൗരി പറഞ്ഞു. നിർത്തിയെന്നോ? അതെന്താടാ? എനിക്ക് കൂലി തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. എന്നാൽ നീ പോ. ഞാൻ അറിഞ്ഞില്ല നീ പോവുകയാണെന്ന്. അയാൾ തിരിച്ചുപോയി. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ ശൗരിയെ തിരക്കി വന്നു. നീ എന്താടാ ജോലി ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ വീട്ടിൽ പോവുക. ഓഹോ, എവിടെയാ നിൻ്റെ വീട്? ചെല്ലിക്കടപ്പുറത്താ. നീ ഇന്ന് തന്നെ പോവോ? കുഞ്ഞപ്പൻ പരിഹാസസ്വരത്തിൽ ചോദിച്ചു. പോകും. നീ ഇപ്പോൾ എന്തിനാ വീട്ടിൽ പോണേ? നാളെ ക്രിസ്മസാ, എനിക്ക് പോകണം. നിന്നോടാരാ പറഞ്ഞേ ക്രിസ്മസ് ആണെന്ന്? കിഴി പിടിക്കാൻ വന്ന ഒരാൾ പറഞ്ഞു നാളെ ക്രിസ്മസ് ആണെന്ന്. അയാൾ വെറുതെ പറഞ്ഞതായിരിക്കും, നിന്നെ പറ്റിക്കാൻ. അല്ല, എനിക്കറിയാം. നിന്നെ കയറ്റിക്കൊണ്ടു പോകാൻ കപ്പൽ വരുവോടാ, അതോ വിമാനം വരുമോ? ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ബോട്ട് പോകുമ്പോൾ ഞാൻ അതേ കയറി പോയിക്കൊള്ളാം. നീ ഇവിടുന്ന് പോകുന്ന ഒരു ബോട്ടയിലും കയറിപ്പോകില്ലടാ നായിൻ്റെ മോനെ. നീ വീട്ടിലും പോവില്ല, ഒരു മറ്റിടത്തും പോവില്ല. പോയാൽ നീ കുഞ്ഞപ്പൻ്റെ പേര് നിൻ്റെ പട്ടിക്കിട്ടോ? ശൗരി ഭീതിയോടെ കുഞ്ഞപ്പനെ നോക്കി. എഴുന്നേറ്റ് പോയി ജോലി ചെയ്യടാ നായിൻ്റെ മോനെ. കൂലി കിട്ടിയില്ലെങ്കിൽ നീ ജോലി ചെയ്യത്തില്ല അല്ലേടാ? എണീക്കടാ. കുഞ്ഞപ്പൻ അവനെ തൊഴിച്ചെണീപ്പിച്ചു. 3 നേരം വയറു നിറച്ച് തിന്നാൻ തന്നപ്പം നിനക്ക് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തുന്നു അല്ലേടാ? പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ പട്ടിണിക്കിട്ട് കൊല്ലും, പറഞ്ഞേക്കാം. പോടാ അടുക്കളയിലോട്ട്. ശൗരിക്ക് അനുസരിക്കല്ലാതെ നിർവാഹമില്ലായിരുന്നു. രാത്രി ചികിത്സാ കേന്ദ്രത്തിലും പതിവ് പോലെ അവന് ജോലി ചെയ്യേണ്ടി വന്നു. കുഞ്ഞപ്പൻ അന്നും രാത്രി ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് വന്നു. ശൗരിയും ഔതമൂപ്പനും പിഴിച്ചിൽ നടത്തുന്നു നോക്കി നിന്നിട്ട് അയാൾ ശൗരിയെ വിളിച്ചു. എടാ, ഇവിടെ വാടാ. ശൗരി അയാളെ സംശയത്തോടെ നോക്കി. കുഞ്ഞപ്പൻ കൈകാട്ടി വിളിച്ചു. ശൗരി അടുത്തേക്ക് ചെന്നതും പുറം കൈകൊണ്ട് ചെകിട്ടത്തെ ഒറ്റയടി. ഇവന് അഹങ്കാരം ഇത്തിരി കൂടുതലാ, അത് കുറയാൻ വേണ്ടിയാ, കുഞ്ഞപ്പൻ ഔതമൂപ്പനോട് പറഞ്ഞു. ശൗരി കുഞ്ഞപ്പനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. അവൻ്റെ നേർക്ക് കൈ ചൂണ്ടി പോയി ജോലി ചെയ്യടാ എന്ന് ആക്രോശിച്ചിട്ട് കുഞ്ഞപ്പൻ പോയി. രാത്രി പണിയെല്ലാം തീർത്ത് ഭക്ഷണവും കഴിച്ച ശേഷം ശൗരി നദിക്കരയിലെ കൽക്കെട്ടിലൂടെ വെറുതെ നടന്നു. പമ്പയുടെ മറുകരയിൽ പടക്കങ്ങൾ പൊട്ടുന്ന ഒച്ച അവന് കേൾക്കാമായിരുന്നു. ഇടയ്ക്ക് ഓരോ റോക്കറ്റുകൾ ആകാശത്തേക്ക് ഉയരുന്നു. ചെല്ലിക്കടപ്പുറത്തെ തൻ്റെ വീട്ടിലും നാളെ ക്രിസ്മസ് ആണല്ലോ എന്ന് ശൗരി ഓർത്തു. ഏതാനും ക്രിസ്മസ് രാത്രികൾ അവൻ്റെ സ്മരണയിലുണ്ട്. അമ്മയും താനും ജാനറ്റും ഡെന്നിച്ചനും വല്യമ്മച്ചിയും വിൻസി ആൻറ്റിയും കൂടി രാത്രി പള്ളിയിൽ പോയി ഉണ്ണി യേശുവിനെ കണ്ട് പാദം മുത്തിയ ക്രിസ്മസ് രാത്രികൾ.
പടക്കം പൊട്ടിക്കുകയും കമ്പിത്തിരിയും പൂത്തിരിയും കത്തിച്ച് മിന്നിക്കുകയും ചെയ്ത ക്രിസ്മസ് രാത്രികൾ, അപ്പവും ഇറച്ചിക്കറിയും കഴിച്ച് വയർ നിറഞ്ഞ സംതൃപ്തമായ ക്രിസ്മസ് ദിനങ്ങൾ. അവന് അപ്പോൾ അവിടേക്ക് ഓടിയെത്താൻ കൊതി തോന്നി. അവരോടൊപ്പം പള്ളിയിൽ പോകാനും ഉണ്ണിയേശുവിനെ മുത്തുവാനും പൂത്തിരി കത്തിച്ച് പടക്കം പൊട്ടിച്ച് അതിൻ്റെ ശബ്ദം കേട്ട് നടുങ്ങാനും അടുക്കളയിൽ വേവുന്ന ഇറച്ചിക്കറിയുടെ മണം ആസ്വദിക്കാനും എന്തെന്നില്ലാത്തൊരു വെമ്പൽ. പക്ഷേ സാംകുട്ടി പോകാൻ അനുവദിച്ചില്ലെങ്കിൽ വീട്ടിൽ പോക്ക് സാധ്യമല്ല. 4 ദിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തുരുത്തിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. അയാൾ സമ്മതിച്ചില്ലെങ്കിൽ തനിക്ക് പോകാൻ പറ്റില്ലേ എന്നും ശൗരി ശങ്കിച്ചു. എന്നും ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നത് അവന് ഓർക്കാൻ കൂടി വയ്യ. പിറ്റേന്നും അവൻ സാംകുട്ടിയെ സമീപിച്ച് വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു. നിന്നോട് പോകണ്ടെന്ന് ഇന്നലെയും പറഞ്ഞതല്ലേ, നീ എന്തിനാ പിന്നെയും ചോദിക്കുന്നേ? എനിക്ക് വീട്ടിൽ പോകണം. ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ ചെകിട്ടത്ത് ഞാൻ അടിക്കും, സാംകുട്ടി ഭീഷണിപ്പെടുത്തി. എൻ്റെ കൂലി തന്നില്ല, ശൗരി പരാതിപ്പെട്ടു. പോടാ എൻ്റെ മുമ്പിൽ നിന്ന്, നിനക്ക് ശമ്പളമില്ലെന്ന് ഇന്നലെയും പറഞ്ഞതല്ലേ. ശൗരിക്ക് അതോടെ പ്രതീക്ഷയേറ്റു. ഇവിടുന്ന് ഒരിക്കലും തനിക്ക് മോചനമില്ല. പകൽ ജോലി ചെയ്യുമ്പോഴെല്ലാം അവൻ ഗഹനമായ ചിന്തയിലായിരുന്നു. ക്രിസ്മസ് ആയതിനാൽ അന്ന് രാത്രി സുഖചികിത്സയ്ക്ക് 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിഴിച്ചിലിനുള്ള ആളും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വന്ന മറ്റൊരാളും. പിഴിച്ചിലിനുള്ള എണ്ണ സ്റ്റാൻഡിൽ വെച്ച് ചൂടാക്കാനുള്ള ജോലി ശൗരിയുടേതാണ്. അവൻ പതിവിലും നേരത്തെ എണ്ണ സ്റ്റവിൽ വെച്ചു. ഒരു സ്റ്റവിൽ തീ കൂട്ടിവെച്ചു. മറ്റേ സ്റ്റവിൽ പാകത്തിനുള്ള തീയും ക്രമീകരിച്ചു. ഔതമൂപ്പൻ പിഴിച്ചിലിന് വന്നപ്പോൾ ഒരു ചെരുവത്തിലെ എണ്ണ തിളച്ചു കിടക്കുകയാണ്. അതിന് ഔതമൂപ്പൻ്റെ ശകാരം കണക്കിന് കിട്ടി. ആ എണ്ണപ്പാത്രം അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റിവെച്ചിട്ട് ശൗരിക്കുട്ടി മറ്റൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. പിഴിച്ചിൽ തുടങ്ങി ഏതാണ്ട് അരമണിക്കൂറായപ്പോൾ കുഞ്ഞപ്പൻ അവിടെ മേൽനോട്ടത്തിനെത്തി. ഇന്നലത്തെ പോലെ തന്നെ ശൗരിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ അഹങ്കാരം കുറഞ്ഞോടാ? ശൗരിക്കുട്ടി അയാളെ അടിമുടി നോക്കി. ഇല്ല, അവൻ കൂസലിനെ പറഞ്ഞു. ഔതമൂപ്പൻ തല ഉയർത്തി ശൗരിയെ നോക്കി. ഇല്ലേ, എന്നാ ഇത് പിടിച്ചോടാ. കുഞ്ഞപ്പൻ അവൻ്റെ ഇടത്തെ കവിളത്ത് ഒറ്റയടി. നിനക്കൊരു ക്രിസ്മസ് സമ്മാനം ഇരിക്കട്ടെ. കുഞ്ഞപ്പൻ വാതിൽക്കലേക്ക് തിരിച്ചു നടന്നു. ശൗരി പോയി മുൻപേ തിളപ്പിച്ചു വെച്ചിരുന്ന എണ്ണച്ചെരുവം എടുത്തുകൊണ്ട് കുഞ്ഞപ്പൻ്റെ പുറകെ ചെന്നു. കുഞ്ഞപ്പൻ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിയതും ശൗരി ആ ചെരുവം അയാളുടെ തലയ്ക്ക് നേരെ ഉയർത്തി. ശൗരി എണ്ണച്ചെരുവം എടുത്തുകൊണ്ട് പോകുന്നതും നോക്കി ജിജ്ഞാസയോടെ നോക്കി നിൽക്കുകയായിരുന്നു ഔതമൂപ്പൻ. നീ എന്താടാ ശൗരി ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും 8 ദിക്കും നടങ്ങുമാറ് ഒരലർച്ചയുണ്ടായി. ഔതമൂപ്പൻ ഞെട്ടിത്തെറിച്ചു. തലവഴി ഒഴുകിയ എണ്ണ മുഖവും ദേഹവും പൊള്ളിച്ചുകൊണ്ട് കുഞ്ഞപ്പൻ്റെ ഉടുവസ്ത്രങ്ങളെ കുതിർത്തു. കുഞ്ഞപ്പൻ അലറിക്കൊണ്ട് അങ്ങുമിങ്ങും ഓടി. ഒടുവിൽ പാഞ്ഞു ചെന്ന് അലക്കാനും കുളിക്കാനും വെള്ളം ശേഖരിച്ചു വച്ചിരുന്ന കോൺക്രീറ്റ് വാട്ടർ ടാങ്കിൽ ചാടി അതിനകത്ത് കിടന്നു പൊളഞ്ഞു. നീ എന്നാ പോക്രിത്തരമാടാ കാണിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട് ഔതമൂപ്പൻ തനിക്ക് നേരെ വരുന്നത് കണ്ട് ശൗരി എണ്ണച്ചെരുവം വലിച്ചെറിഞ്ഞു. വള്ളപ്പുരയിലേക്ക് ഓടി. കുഞ്ഞപ്പൻ്റെ അലർച്ച കേട്ട് റിസോർട്ടിലുണ്ടായിരുന്ന സകല മനുഷ്യരും ഓടിക്കൂടി. ശൗരി തിളച്ച എണ്ണ തലവഴി ഒഴിച്ചതാണെന്നറിഞ്ഞ് സാംകുട്ടിയും മറ്റ് ജീവനക്കാരും ശൗരിയെ പിടികൂടാനായി വള്ളപ്പുരയിലേക്ക് പാഞ്ഞു. അടുത്ത ഭാഗം നാളെ.